ഷഹർ മുബാറക്ക് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. പരിപാടി തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേക്ക് അത് ബെറ്റർ. ഇനി മുടിയിട്ട വെള്ളത്തിന് പ്രാധാന്യമല്ലേ? ഉണ്ട്. എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. മുടി മർക്കസിലെത്തിയ അന്ന് മുതൽ വീട്ടിൽ തുടങ്ങിയതാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, മുടിയിട്ട വെള്ളമാണെങ്കിൽ ആദ്യം കുടിക്കുന്ന ആൾ ഞാൻ തന്നെ. സ്വഹീഹായ മുടിയാവണം, സനദ് ഉണ്ടാവണം. അതിവിടെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി പറഞ്ഞു, അത് പല ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. തുർക്കിയിലെ മുസ്തഫ കമാലിന്റെ നാട്ടിലുണ്ട്, തുർക്കിയിലുണ്ട്. അയാളാണ് ധാരാളം മോശപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് മോശപ്പെട്ടവരുടെ കൈകളിൽ വരുന്നതിനും അത്തരം ആധാറുകളൊക്കെ വരുന്നതിനും ലോകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മർക്കസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്നോ എ.പി. അബൂബക്കർ മുസ്ലിയാർ വലിയാണെന്നോ വരില്ല. അത് പറഞ്ഞത് നന്നായി, വളരെ നന്നായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒക്കെ ഇവരെന്നെ പറഞ്ഞു വെക്കും. പണ്ട് നമ്മളെ ഇയാളെന്നെ പറഞ്ഞല്ലോ, ആര് അമ്പലക്കടവ് ഹദർജിയുടെ കയ്യിൽ മുടിയുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. ഇരിക്കട്ടെ, ഇനി ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇനിയിപ്പോ സനദാൻ 12 +2 ചോദ്യം അങ്ങനെയല്ല ഇവിടുന്ന് ചോദിച്ചത്. 12 ചോദ്യം. ഓ എസ്കക്കാരെ, 12 ചോദ്യമല്ല, 24 ചോദ്യമാണെങ്കിലും ഒറ്റ നൃത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ് തള്ളിയിടാൻ മാത്രമേ നിങ്ങളെ ചോദ്യങ്ങളുള്ളൂ. ഞങ്ങളതിനെ വലിച്ചെറിയുകയാണ്. അതേ സമയത്ത് ഒരേ ഒരു ചോദ്യമേ ഞങ്ങൾക്കുള്ളൂ. ഒരേ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ലോകത്തുള്ള SKSSF-കാരെ മുഴുവനും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? ഇനിയാണ് നിങ്ങളോട് നേരിട്ട് ചോദിച്ച ചോദ്യം. അഥവാ വ്യക്തമായ കൈമാറ്റ പരമ്പര സനദ് ചേളാരിക്കാർ കണ്ടു ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഷഹർ മുബാറക്ക് ഇന്ന് ലോകത്തുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉണ്ടെങ്കിൽ പറയണം. മർക്കസിലെ ഷഹർ മുബാറക്ക് അടക്കം ഒറ്റ ചോദ്യമേ ഉള്ളൂ. ചേളാരിക്കാർ സനദ് കാണണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വരാം. സനദ് കണ്ട് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കുന്നല്ലേ? നിങ്ങൾ സനദ് കണ്ട് ബോധ്യപ്പെട്ട എവിടുത്താലും കുഴപ്പമില്ല, വെല്ലൂരിലായാലും കുഴപ്പമില്ല, സുഡാനിലായാലും കുഴപ്പമില്ല, കാശ്മീരിലായാലും കുഴപ്പമില്ല, SK കുട്ടികൾ സനദ് കണ്ട് ബോധ്യപ്പെട്ട ഒരു തിരികേശം ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധ്യമല്ല. കൊണ്ടുവാ, ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അതാ വേണ്ടത്. അപ്പൊ സംഗതി ഞങ്ങൾക്ക് സനദില്ല എന്നല്ല, ഞമ്മക്ക് സനദുണ്ട്, അറിയും, എല്ലാം അറിയും. സനദ് എന്താന്ന് പറയും. പക്ഷെ ഇവർ പറഞ്ഞത് അങ്ങനല്ല. ചേളാരിക്കാര് കാണണം സനദ് എന്നാലേ വിശ്വസിക്കാവൂ. നിങ്ങൾ ഏത് സനദാ കണ്ടത്? നിങ്ങൾ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു സനദും കണ്ടിട്ടില്ല. വെല്ലൂർത്തതും കണ്ടിട്ടില്ല, സുഡാനുള്ളതും കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് സുഡാന്, നിങ്ങൾക്ക് എന്ത് സംഭവം ഒന്നും അറിയില്ലല്ലോ. അപ്പോ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഈ 402 മുതൽ ഇങ്ങോട്ട് ഞാൻ കാണിച്ചത് ഓരോന്നും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് സനദാണ് ഇവിടെയും പറഞ്ഞത്. എന്നിട്ട് സനദിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് സനദ് എന്താ നിങ്ങൾക്ക് തിരിയണ്ടേ? AP ഉസ്താദ് ഇന്നമദ്ദീനു ബിൽഇസ്നാദ് ഔ ബിൽഅസ്നാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ SK കുട്ടികളെ നിങ്ങൾക്ക് സാധിക്കാതെ പോയി ഉസ്താദിന്റെ ദർസിൽ വന്ന് പഠിച്ച് നന്നാവണമെന്ന് ഈ സമയത്ത് നിങ്ങൾ പറയാറുള്ളൂ. ഇനി അതിനൊരു യോഗ്യത വേണം അവിടെ ചേർക്കണമെങ്കിൽ. അത് അങ്ങനെ ഉണ്ട്. അല്ലാതെ മർക്കസിനാണ്ട് ഓടിച്ചെന്നാ അമ്പലക്കടവിനൊന്നും എടുക്കൂല. ഇവർക്കൊക്കെ ഭയങ്കര ബേജാറാ. അമ്പലക്കടവും ഇവരൊക്കെ സാധാരണ പറയുന്നതാണല്ലോ. എന്ത് കാന്തപുരത്തിന്റെ മർക്കസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മകൻ ഹക്കീം അസ്ഗരി, പിന്നെ മരുമകൻ അതാരാ? അത് നമ്മളെ സീഫൈസി ഒക്കെ ഓലെന്നെ പറയുന്ന ആൾ അമ്പലക്കടവ. അയാളെവിടെ നജാത്തിൽ. അതിന്റെ പ്രിൻസിപ്പൾ ആരാ? മൂപ്പര്. അതുണ്ടാക്കിയതോ മാനുവലേര് മൂപ്പര മോശനാണ്. അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പറയല. ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് കുറ്റം പറയൂല നിങ്ങൾ? ഒന്നാം ഖലീഫാക്കിയത് ആരെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? നബിയുടെ അമ്മോശനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാം ഖലീഫ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളെ അമ്മോശനല്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫ. റസൂലുള്ളാഹിന്റെ മരുമകനല്ലേ? 2 മക്കളെ കെട്ടിയില്ലേ? മൂന്നാമത്തെ ആൾ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുടെ ഭർത്താവല്ലേ? അപ്പൊ യോഗ്യതല്ല ആളുകളല്ലേ മരുമകനാകാൻ പറ്റുള്ളൂ. അമ്പലക്കടവിനപ്പോ ഉസ്താദിനെ മരുമകാൻ പറ്റൂ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പോയത്തം പറയാനായിട്ട് ജനിച്ചാലോ? അതങ്ങനെയാണ് അതിന്റെ ശൈലി. ഇനിയോ സഹോദരന്മാരെ, ഇനി കേൾക്കണോ നിങ്ങൾക്ക്?
ഇപ്പോൾ സനത് ചോദിക്കാൻ വന്നവർ സനദിനെ കുറിച്ച് ഈ മർക്കസിലെ ഷായർ മുബാറക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഷായർ മുബാറക്കും യസ്കക്കാരിത തള്ളിയിരിക്കുന്ന ജനങ്ങളെ ഇവരെ ലോകത്ത് നിന്ന് സുന്നി എന്ന പേര് ഉച്ചരിക്കുന്നത് തന്നെ കളവാണ്, സത്യമല്ല എന്ന് ഞാൻ ഇവിടെ തെളിയിക്കാൻ പോവാണ്. ഇതിൽ മർക്കസിലെ ഷായർ മുബാറക്ക് വന്നപ്പോ അസൂയ കൊണ്ടൊരു വെടിവെച്ചു. എന്താ വെടിയെന്നറിയോ? കൈമാറ്റ പരമ്പര ഞങ്ങൾ കണ്ട് ബോധ്യപ്പെടണം, എന്നാലേ ഷായർ മുബാറക്കാവൂ. ഇതങ്ങ് പ്രഖ്യാപിച്ചപ്പോ 50,000 കൊടുത്ത ഒരാളുണ്ടായിരുന്നു പണ്ട്. 50,000 വിറ്റാളെ നമ്മളെ ഖാസിം. അങ്ങനെ വിറ്റപ്പോ എന്തുണ്ടായി എന്നറിയോ സഹോദരന്മാരെ? നമ്മളെ കുട്ടികളൊക്കെ ചോദിച്ചു, അല്ല ഖാസിമി, നിങ്ങൾ അതിന്റെ സനത് കണ്ടില്ലോ? എല്ലായിടത്തും ചോദ്യമായി. അവസാനം കോഴിക്കോട്ട് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. മുഖാമുഖത്തിരതാ നമ്മുടെ ഒരു കുട്ടി ചോദിച്ചു, ഒരു സാധാരണക്കാരനാ കുട്ടി ചോദിച്ചു, അല്ല നിങ്ങൾ വലിയ കാര്യത്തിൽ മർക്കസിലെ സനത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, സനദില്ലാതെയാണെങ്കിൽ ഒന്നും സ്വീകരിക്കാനും പാടില്ല എന്നാണല്ലോ നിങ്ങളെ വാദം. അപ്പൊ ഇതാ നിങ്ങൾ ആ ഷായർ മുബാറക്ക് എന്ന് പറയുന്ന വെല്ലൂരിലെ 50,000 കൊടുക്കുന്ന അതൊന്നിട്ട് വായിക്കുകയും. അപ്പൊ അവര് പറഞ്ഞു, അത് കാന്തപുരം അടക്കം വിശ്വസിക്കുന്നതാണ്. കാന്തപുരം വിശ്വസിക്കുന്നുണ്ടോ അല്ലോ നിങ്ങൾ നോക്കണ്ട, കാന്തപുരം മർക്കസിലുള്ളതും വിശ്വസിക്കണില്ലേ? അത് പോരല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കാണണ്ടേ, അത് കൊണ്ടുവാ. അതൊന്ന് കേട്ടോളൂ. ഇവരുടെ അവസാനത്തെ ആ കോഴിക്കോട് നടത്തിയ മുഖാമുഖം സംവാദമൊക്കെ പേരെടുത്ത് നടത്തിയതാ. പക്ഷെ ഒരു കുട്ടി ചോദിച്ചപ്പോഴേക്ക് ഇവരെന്ത് ചെയ്തു? ആകെ ബേജാറായിട്ട് ഒരാൾ പറഞ്ഞു, അത് അവിടെ ഉണ്ട്, വെല്ലൂരിലുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ അവിടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, അത് തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിലെ സനത് എങ്ങനെ ഇവിടുന്ന് ചോദിക്കല്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞാൽ പോരെ. മലപ്പുറത്തുനിന്ന് സനത് ചോദിച്ചാൽ അത് ഷായർ മുബാറക്കുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്, ജില്ല നോക്കിയിട്ടാണ് സനത് പറയേണ്ടത്. ഇനി കോഴിക്കോട്ട് എവിടെയെങ്കിലും പറഞ്ഞാൽ അത് ആ പഞ്ചായത്തിലാണെന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ പഞ്ചായത്തും ജില്ലയും. അവസാനം വീണ്ടും കുട്ടി ചോദിക്കുന്നു ഉറപ്പായപ്പോ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നമ്മളെ പരിപാടി വൻ വിജയമായിരിക്കുന്നു, നന്ദി പറയാൻ വേണ്ടി ആളെ ക്ഷണിക്കുന്നു, അസ്സലാമു അലൈക്കും. പിരിച്ചുവിട്ടു. ഇവരാ നമ്മളെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ കുട്ടി വലിയൊരു സനത് ചോദിക്കുമ്പോഴേക്ക് പിരിച്ചുവിടേണ്ടി വന്ന നിങ്ങളെ പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അവരുടെ അത് കണ്ടു. റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് വെല്ലൂർ വാക്കവ്യാസിന് കൊടുന്ന 2 കുപ്പി വെള്ളം 50,000 രൂപക്ക് വിറ്റതായിട്ട് നമ്മൾ LCDയിൽ കാണാൻ കഴിഞ്ഞു. ആ റഹ്മത്തുള്ളാഹി ഖാസിമി വെല്ലൂർ വാക്കവ്യാസിൽ നിന്ന് കൊടുന്ന വെള്ളത്തിന് ആ മുടിക്ക്, അവിടുത്തെ മുടിക്ക് സനതുണ്ടെങ്കിൽ ആ സനതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് മനാൾ ഉസ്താദിനോട് പറയണം. ആ സനതൊന്ന് വായിക്കണം. വെല്ലൂർ വാക്കവ്യാസിലെ മുടിന്റെ സനതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനോട് അപേക്ഷിക്കണം. വെല്ലൂരിലെ മുടി എന്ന് മാത്രമല്ല, ലോകത്ത് മുസ്ലിങ്ങൾ അംഗീകൃതമായി പ്രശസ്തമായി സ്ഥിരീകരിച്ചു വരുന്ന പ്രധാനപ്പെട്ട മുടികൾക്കൊക്കെ അത് അഭിപ്രായ വ്യത്യാസമില്ലാതെ സുസമ്മതമായി തവാത്തുറൻ ഏകകണ്ഠമായി അംഗീകരിച്ച് പാരമ്പര്യമായി കൈമാറിപ്പോരുന്നതാണ്. ഒരു സംശയവുമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. കാന്തപുരം വിഭാഗം പോലും വെല്ലൂരിലെ മുടിക്ക് സനദില്ല എന്ന് പച്ചയായി പറയാൻ തയ്യാറാകില്ല. അതിനൊക്കെ പുറത്ത് വളരെ വ്യക്തമായ സനത് വെല്ലൂരിൽ ആ മുടിക്ക് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വെല്ലൂരിൽ പോയി അന്വേഷിച്ചാൽ ആർക്കും അത് കണ്ടെത്താൻ സാധിക്കും. ഒരു സന്ദേഹവുമില്ലാത്ത വിധം പ്രകടമായി സനത് അവിടെ ലഭ്യമാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, മർക്കസിലുള്ള മുടിക്ക് സനദില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ആ വെല്ലൂർ വാക്കവ്യാത്തിലെ സനതൊന്ന് വായിക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. അതെ, ചോദ്യം വളരെ സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു മുടിക്ക് കേരളത്തിൽ വെച്ചാണ് ഇപ്പോൾ സനത് ചോദിക്കുന്നത്. അതേ സമയത്ത് കോഴിക്കോട്ട് കാരന്തൂരിൽ ഉള്ള ഒരു മുടിയുടെ സനത് തിരിച്ചു ചോദിച്ചതിന് തമിഴ്നാട്ടിലെ മുടിക്ക് കേരളത്തിൽ വെച്ച് സനത് ചോദിക്കണമെന്നല്ല, തമിഴ്നാട്ടിലേക്ക് വാ, അവിടെ വെച്ച് കൃത്യമായി നമുക്ക് സനത് വായിക്കാം. അതേസമയത്ത് കോഴിക്കോട്ടുള്ള മുടിക്ക് കേരളത്തിൽ വെച്ച് തന്നെ സനത് വായിക്കണം. അതിന് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടോ കർണാടകയിൽ പോയിട്ടോ അല്ല ഇവിടെ സനത് അന്വേഷിക്കുന്നത്. ഈ മഹത്തായ പരിപാടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജൈത്രയാത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംവാദമായി മാറിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനം നന്ദി പറയാൻ പോവാണ്. അതിനൊരു കാര്യം, നന്ദി പറയലല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങളല്ല, നിങ്ങളാണ് ഇപ്പൊ സനത് വേണോ വേണ്ടേ? എന്റെ ചോദ്യമാണ്. സനത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ഒരൊറ്റ മുടി പറയാൻ, ഷായർ മുബാറക്ക് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ?
ഒരൊറ്റൊന്ന് പറ. ഇല്ല എന്നാണ് വാദമെങ്കിൽ നിങ്ങളും സക്കരിയ സലായും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാ നിങ്ങളോട് പറയേണ്ടത്. നിങ്ങൾ സനത് കാണല്ലേ. ഇപ്പൊ പറയാണ് സനത് വേണമെന്നൊന്നുമില്ല, അതിങ്ങനെ കൈമാറ്റ പരമ്പര വന്നാ മതി. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങള്. ഇവിടുത്തെ സമ്മേളനം എടുക്കുമോ? നീ എടുത്തത് ഞാൻ കാണിച്ചു തരാം. അമ്പലക്കടവിനെ കൊണ്ടുവാ. അയാൾ പറയുമ്പോ പരമ്പരാഗതമായി പോന്നു എന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ഏത് വേണ്ട, സനത് പരമ്പര വേണ്ട. ഇവർ എഴുതിയതോ ഞാൻ ശേഷം വായിക്കും. ഇയാൾക്കൊന്ന് വായിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചു, പാരമ്പര്യമായി ഏകകണ്ഠമായി അംഗീകരിച്ച് ഇസ്ലാമിക സമൂഹം കാത്തു സൂക്ഷിച്ചു പോരുന്നതാണെങ്കിലോ അതിന്റെ സനത് ആരും ചോദിക്കില്ലല്ലോ. മുസ്ലിം സമൂഹം ഏകകണ്ഠമായി നൂറ്റാണ്ടുകളായി കൈമാറിപ്പോരുന്നതാണെങ്കിൽ അതിന്റെ സനത് ഏറ്റവും വലിയ പിൻബലമാണ്, ഏറ്റവും വലിയ സനതാണ്. അത് ഏകകണ്ഠമായി കൈമാറിപ്പോരുന്നു എന്നതിന് അത് ഇസ്ലാമിൽ മുത്തവാത്തിർ എന്ന് പറയും. ഒരു സമൂഹത്തിനും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം അനിഷേധ്യമായി സ്ഥിരീകരിക്കപ്പെടുക, കൈമാറി പാരമ്പര്യമായി പോരുക, അങ്ങനെ ആയാലും മതി. ഇവര് തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കട്ടോ. നബിയുടേതാണെന്ന് പറയപ്പെടുന്ന എന്തിനും ആധികാരികമായ കൈമാറ്റ പരമ്പര ഇൻ ബ്രാക്കറ്റ് സനത് അനിവാര്യമാണെന്ന് പറഞ്ഞല്ലോ കേട്ടോ. കൃത്യമായ സനതുണ്ടെങ്കിൽ തന്നെ അതിലെ ഓരോ വ്യക്തിയും വിശ്വസ്തരും അംഗീകൃതരുമാണെന്ന് പഠനത്തിലൂടെ തെളിഞ്ഞ ശേഷം മാത്രമേ പണ്ഡിതർ ഹദീസുകൾ സ്വീകരിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ അടിസ്ഥാനത്തിൽ നബിയുടെ തിരുശേഷിപ്പുകളെന്ന് പറഞ്ഞ് മുടിയോ മറ്റോ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ആധികാരികത തെളിയിക്കുന്ന രേഖ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. അല്ലാത്ത പക്ഷം അത് സ്വീകരിക്കരുത്. ഇതിൽ വ്യക്തമായി ഇപ്പുറത്ത് പറയുന്നു, നബിതങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന സംശുദ്ധമായ കൈമാറ്റ പരമ്പര ഇല്ലാതെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ തന്നെ പറഞ്ഞു കുടുങ്ങി. മുജാഹിദിന്റെ വാദം നിങ്ങൾ കടമെടുത്തു. ഇബ്നു തൈമിയയാണ് സനദില്ലാത്ത കാരണം കൊണ്ട് ആധാറുകൾ ആദ്യമായി നിഷേധിച്ചാണെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി രേഖപ്പെടുത്തി. അതേ ഏർപ്പാട് തുടങ്ങിയത് നിങ്ങളാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും അറിയപ്പെട്ട വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ അറിയപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? എടുക്കുമാനെ അമ്പലക്കടവിനെ തന്നെ ഹദ്റജിന്റെ കൈവശമുള്ള ഷഹർ മുബാറക്കിനെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? വേൾഡിൽ അറിയപ്പെട്ടതാണ് അല്ലേ? വേൾഡ് പറഞ്ഞത് എന്താ? ഇവർക്കറിയോ? ഇവർക്ക് എന്ത് വേൾഡ് എന്നങ്ങ് പറഞ്ഞതായിരിക്കും. അപ്പൊ അത് അറിയപ്പെട്ടു പോകുന്നതാണ്. അവരെ ഫാമിലി സൂക്ഷിക്കുന്നതാണ്. കൃത്യമായി ഒന്ന് പറയിപ്പിക്കുക അയാളെ കൊണ്ട്. പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ അള്ളാഹു ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു വ്യക്തി സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്ത. വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിവിട്ട വെള്ളം ജനം തറക്കത്തിൽ കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലുവിളിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്. അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുവയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായി മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സനത് തന്നെ വേണ്ട, അറിയപ്പെട്ട നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ. പിന്നെ മർക്കസിലെത്തിയപ്പോ മൂപ്പര വേൾഡ് ഒരു കോഴിമുട്ടന്റെ അത്രയും വലുപ്പമില്ലാതായി മാറിപ്പോയി. അതാണ്ടായത്. അസൂയയില്ലാതെ എന്താണുള്ളത്? മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല നിങ്ങളും അംഗീകരിച്ചതല്ലേ? എല്ലാവരും അംഗീകരിച്ചതാണ്. മർക്കസിലെത്തിയപ്പോ മാത്രം എന്നല്ല. നിങ്ങൾ പോയില്ല ചങ്ങാതിമാരെ മുടി ഷഹർ മുബാറക്ക് വാങ്ങാൻ. എടുക്ക് നമ്മൾ അലവിക്കുട്ടി ഹുദവിയെ ഒന്ന് കാണുന്നത് നല്ലതാ. 2009 ഇദ്ദേഹം അബുദാബിയിൽ ചെന്നു ഷഹർ മുബാറക്കിന് വേണ്ടി. നമ്മളെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല നമുക്ക് തന്നപ്പോ ഇവർക്കും തോന്നി ദാറുലുദ്ദീനും വേണം ഒരു ഷഹർ മുബാറക്ക്. അങ്ങനെ പോയ ആളിതാ വരുമ്പോ അയാൾ പോയിട്ട് സഹോദരന്മാരെ ഹദ്റജിനോട് ചോദിച്ചു, ആ ഷഹർ മുബാറക്കിന്ന് ഒന്ന് എനിക്ക് തരുമോ? ഹദ്റജി പറഞ്ഞു, നിങ്ങൾ ഫ്ലൈറ്റിനല്ലേ പോകുന്നത്? അടുത്ത ഫ്ലൈറ്റിന് അങ്ങോട്ട് തന്നെ പോയിക്കോളൂ, സാധനം കിട്ടൂല. കൊടുത്തില്ല. അന്നല്ലേ വേൾഡിൽ അറിയപ്പെടാതെ ആയത്? അന്നല്ലേ സനത് ചോദിക്കേണ്ടി വന്നത്?
കേട്ടോളൂ, ഇയാൾ അനുഭവം നമുക്ക് പറയാം. പറയുന്നത് അലവിക്കുട്ടി ഹുദവി, ഇയാൾ ദാറുൽ ഹുദന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇയാൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇവർക്ക് വലിയ അസൂയ വന്നത്. അയാൾ പറയട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് തെളിയിക്കപ്പെടണം. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിലേക്ക് പറയുന്നു. ഞാൻ അതിലേക്ക് തിരിച്ചു വരാൻ സമയം ചുരുക്കമായതുകൊണ്ട് അങ്ങനെ അവിടെ മുടിയുണ്ട്, റസൂലുള്ളാഹിന്റെ മുടി അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഹസ്രജി കുടുംബത്തിൽ ഈ അഹമ്മദുൽ ഹസ്രജി കേരളത്തിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവർ അവതരിപ്പിക്കൊന്നുമല്ല. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മുമ്പ് ഇസ്ലാമിക് അക്കാദമി, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അന്തരിച്ചു പോയ ഹസ്രജി, പിതാവായ ഹസ്രജി, ഒക്കാഫിന്റെ മിനിസ്റ്ററായിരുന്ന ഹസ്രജി ഒരു സമ്മേളനത്തിൽ ദാറുൽ പങ്കെടുക്കുക, ഒരു സമ്മേളനത്തിൽ പട്ടിക്കാട് ജാമിഅ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ യാത്രയിൽ അനുഗമിച്ചിരുന്നു ഈ ഹസ്രജിയും. ഈ മുടി ഉണ്ടെന്ന് കേട്ടു. നമ്മളത് ബർക്കത്ത് മുടിയിട്ടില്ല. വർഷങ്ങൾ മാസങ്ങളെ ആയിട്ടുള്ള 2009 വിവരം കേട്ടെ. അപ്പൊ 2009 പോയി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ 2010 ബാക്കി കേട്ടോളൂ. ബാക്കി അദ്ദേഹം അബുദാബിയിൽ പോയ കഥ പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി പറയാം. പക്ഷെ അങ്ങനെ റസൂലുള്ളാഹിന്റെ മുടി കൈവശമുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം പറയില്ലേ? വിദ്യാർത്ഥികളുമായോ ഞങ്ങളുടെ അഭിവന്ദരായ VC ബഹാവുദ്ദീൻ ഉസ്താദുമാരുമായോ മറ്റുസ്താദുമാരുമായോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വന്നു ചേർന്ന മുടിയാണ് എന്നുള്ളതിന് 101% തെളിവുകൾ. എന്താ പറഞ്ഞത്? വന്നിരുന്നു അങ്ങനെ ഒരു മുടി ഉണ്ടെങ്കിൽ മൂപ്പര് പറയൂലേ? പറയാത്തത് കൊണ്ടില്ല. അപ്പൊ AP ഉസ്താദ് അമേരിക്കയിൽ പോയിട്ട് ഷാർ മുബാറക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മർക്കത്തിൽ ഷാർ മുബാറക്ക് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ പ്രസംഗിച്ചു പോയാൽ ഞങ്ങൾ മനസ്സിലാക്കണം, മൂപ്പർക്ക് പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പറയില്ലേ? അല്ലെ, പെണ്ണെങ്കിൽ ഇങ്ങനെ പറയാതെ പോവാ. ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ ദലീൽ കണ്ടുപിടിക്കുന്നത്? ഈ രൂപത്തിലുള്ള തെളിവാണ് മുഴുവൻ. ഇനി കേട്ടോളൂ, അയാൾ പറയാണ് ഹദറത്തിന്റെ അടുത്ത് പോയ സംഭവം പറയും. അങ്ങനെ ശരിക്കും പറയും, മുടി ഉണ്ടെന്ന് കേട്ടു. നമ്മളത് ബർക്കത്ത് മുടി ഉണ്ടെങ്കിൽ അത് കാണണം, അത് ബർക്കത്ത് എടുക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ആ ദുബായ് അബുദാബിക്ക് പോയത്. കൃത്യമായി ഓർക്കുന്നുണ്ട് ഞാൻ സംഭവം. ഒരുപാട് ഓർമ്മയുടെ അല്ലെങ്കിൽ വിസ്മൃതിയുടെ മാറാലക്കെട്ടുകളൊന്നും കെട്ടാൻ സമയമായിട്ടില്ല. വർഷങ്ങൾ മാസങ്ങളെ ആയിട്ടുള്ള 2009 വിവരം കേട്ടെ. അപ്പൊ 2009 പോയി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ 2011, 10, അപ്പൊ 9 തന്നെ പോയിട്ടുണ്ട്. അതിന് ബാക്കി പറയും. വിസ്മൃതിയുടെ മാറാലക്കെട്ടുകളൊന്നും കെട്ടാൻ സമയമായിട്ടില്ല. വർഷങ്ങൾ മാസങ്ങളെ ആയിട്ടുള്ള 2009 ഇനി കേട്ടോ. വിവരം കേട്ട് ഞങ്ങൾ നോമ്പ് തുറ ദുബൈയിൽ നിന്ന് കഴിഞ്ഞ് അബുദാബിയിലേക്ക് ഞങ്ങൾ പോയി. 2 വണ്ടിക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ പോയി. പോയ ആൾക്കാരെ വേറെ കൂടെ പറയുന്നത് പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാനത് മുതിരിയല്ല, അങ്ങനെ ഞങ്ങൾ പോയി. ഇശാ നിസ്കാരത്തിന് ഞങ്ങൾ കുറച്ച് വസ്തുക്കളായിട്ട് ആ പള്ളിയിലെത്തി. ഇശാ നിസ്കാരം തറാബി കൊടുത്ത് നിർവഹിച്ചു. അത് കഴിഞ്ഞ് വളരെ സുന്ദരമായ മജ്ലിസിന്റെ സദസ്സാണ്. മജ്ലിസിന്റെ സദസ്സ് പോട്ടെ. ആ മജ്ലിസിന്റെ സദസ്സിൽ അങ്ങനെ എത്തിച്ചേരുമ്പോ തന്നെ റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഒന്നൊന്നല്ലോ കുറച്ചുണ്ട് കേട്ടോ എന്ന് നേരത്തെ ആ പ്രദർശന വേളയിൽ പങ്കെടുത്ത ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോ ഞാൻ അപ്പോൾ തന്നെ ശ്രമം നടത്തി ഒന്നെങ്കിലും നമുക്ക് കിട്ടുമോ. അപ്പൊ സനത് വേണ്ടേ മൂലരെ? അങ്ങനെ ശ്രമം നടത്തല. ഇതിനയാൾ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് കെഞ്ചി നോക്കി എന്നൊക്കെ പലരും പറഞ്ഞത്. അതില്ലാത്തതാണ്. പക്ഷെ ഞാൻ താഴ്മയോടെ ചോദിച്ചിട്ടുണ്ട്, അതുള്ളതുമാണ്. കേട്ടോളൂ. ഞാൻ ശ്രമം നടത്തി, നിഷേധിക്കേണ്ട കാര്യമല്ല. അതിനാ എന്നെ പറ്റി ഇവിടെ ഒരുപാട് പറഞ്ഞിരുന്നു. ഈ പറയുന്ന മറുപടിക്കാരൻ പറഞ്ഞു കെഞ്ചിയിൽ കിട്ടാത്തപ്പോഴല്ലേ വ്യാജനായത്. അത് അസത്യമാണ്, ഉള്ളത് പറയണല്ലോ. കെഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ താണ് കേട് ചോദിച്ചു എന്ന അർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നമ്മൾ ചോദിക്കൂലേ റസൂലുള്ളാഹിന്റെ മുടിയാന്നുള്ളതാണ്. അത് നിങ്ങൾ ആരും പേടിക്കേണ്ട. സാധനം ഹുദവിയാണല്ലോ, അത്രേ അന്തണ്ടാവുള്ളൂ. കാരണം നമ്മളെ ബഹാവുദ്ദീൻ തന്നെ അത്രേ അന്തമുള്ളൂ. അയാൾ ഇവിടുന്ന് പറഞ്ഞ എന്താ? ഇവിടുന്ന് ഇപ്പൊ നേരത്തെ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞല്ലോ, കത്ത് 2 അപ്പൊ ഡേറ്റ് 1 അതിന് മൂപ്പര് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ മൂപ്പര് പറഞ്ഞു? അത് ഫാക്സ് വന്നതായിക്കൂടെ ചങ്ങാതിമാരെന്ന്. ആദ്യം ഒരു കത്ത് വന്നു, പിന്നെ ഫാക്സ് വന്നതായിക്കൂടെ. പക്ഷെ അപ്പോഴാണ് മൂപ്പര് ഓർത്തത്, നമ്മൾ നീലമസി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിലപറ അവഞ്ഞിപ്പോ നിങ്ങൾ വിചാരിച്ച ഇങ്ങനെ നീലമസി ഉണ്ടാവോ ഫാക്സ് വരുമ്പോ? അതാകസ്കാരായി. അപ്പൊ മൂപ്പര് പറഞ്ഞു അതങ്ങനല്ല, ഒരു ദൂതന്റെ വഴിയിൽ കൊടുത്തയച്ചതാണ് എന്ന്. ഇയാള് ഗൾഫിലുള്ള അന്നാ കത്ത് കൊടുത്തത്. അന്ന് തന്നെ ദൂതന്റെ വഴിയിൽ ഒരു കത്തും കൊടുത്തു. എന്ത് പോയത്തായി പറയുന്നത്! പിരിച്ചുവിടൂ നിങ്ങളെ സംഘടന. വൈരുദ്ധ്യങ്ങളുടെ കലവറയാണിത് കേട്ടോ. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞതെന്നറിയോ? തൃശൂർ ജില്ലയിൽ ഞങ്ങൾ കത്ത് കൊടുത്തു. കത്ത് കൊടുത്തിട്ട് ഇതുവരെ വാദപ്രതിവാദത്തിന് വന്നില്ല. SSF നിരാകരിച്ചു. ഓ ചങ്ങാതിമാരെ, തൃശൂർ ജില്ലയിൽ ഞങ്ങൾ സംവാദ വ്യവസ്ഥ നടത്തി. അത് വാദപ്രതിവാദമായി മാറി. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ റാവരപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തൃശൂരിൽ മാത്രമല്ല, ലോകത്തെവിടെയും ഇത് നടത്താൻ ഞങ്ങൾ തയ്യാറുമാണ്. ഞങ്ങളെന്ന് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞു. എന്താണെന്നറിയോ? SKSSFന് ഒരു മുടിയിലും വിശ്വാസമില്ലാതെ. ഞാൻ വെറുതെ പറയല്ല. ഇതെന്താ സാധനം? തെളിവുകൾ ഒന്ന് പറഞ്ഞു. ഇതേതാ? തിരികേശം എന്ന ബുക്കാണ്. ഈ ബുക്കിൽ ആരൊക്കെ എഴുതിയത് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടോ. ആ ജാതി സാധനങ്ങൾ എല്ലാവരും കൂട്ടായ്മയാണ്. ഈ കേട്ടോളൂ. കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതന്മാരും സാംസ്കാരിക പ്രവർത്തകരുമായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, 2 ബഹാവുദ്ദീൻ കൂരിയാട്, 3 സലാം സുല്ലമി, 4 O അബ്ദുള്ള,
5 ഉബൈദ് എല്ലാ അലവരാദിയും കാന്തപുരസ്താദ് മാത്രത്തിലില്ല. ഇതിൽ ബഹാവുദ്ദീന്റെ ലേഖനത്തിൽ പറയുന്നു, ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടെന്ന് പറയപ്പെടുന്ന മറ്റു മുടികൾ. കണ്ടോ, മർക്കസിലെ മുടിയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുടികൾ. ഉറപ്പില്ല. മാത്രമല്ല, അവസാനം ഇവരുടെ മൂസക്കുട്ടി ഹദ്റത്ത് തുറന്നെഴുതി, കേരളത്തിൽ മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങളിലും വ്യാജമുടിയുണ്ട്. ചുരുക്കത്തിൽ ഇവർ സനത് കണ്ടില്ല, കാണാത്തതൊക്കെ നിഷേധിച്ചു. ഒടുവിൽ ഇവരുടെ വാദം സാക്ഷാൽ സക്കരിയ സ്വലാഹിയുടെ വാദം. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ആവർത്തിക്കുന്നു, ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, മറുപടി പറയാൻ ധൈര്യമുള്ളവർ പറയണം. നിങ്ങൾ സനത് കണ്ട് ബോധ്യപ്പെട്ട ഒരൊറ്റ തിരികേശം പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. ഈ ചോദ്യം ഞാൻ നേരെ ചോദിക്കുന്നത് കാണിക്കുന്നു. തൃശൂർ ജില്ലയിൽ വാദപ്രതിവാദത്തിന് SSF പേടിച്ചു എന്നല്ലേ? SSFകാര് പേടിക്കുകയോ SKSFകാരാണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ഞങ്ങൾ അതിന്റെ കൃത്യമായ കണക്ക് തീർത്തിട്ടുണ്ട്. കൊണ്ടുപോവാ. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ഏറ്റവും പുതിയ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥക്ക് വന്നപ്പോ അമ്പലക്കടവിനെ കൊണ്ടുവരുന്നായിരുന്നു അവിടുത്തെ പ്രവർത്തകൻ പറഞ്ഞത്. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. തൃശൂർ ജില്ലയിലെ കാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ മേഖലാ സെക്രട്ടറി നേരെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമുണ്ടോ വാദപ്രതിവാദത്തിന്? ഞാൻ പറഞ്ഞു, ഞാൻ അതിനെന്നെ ജീവിക്കേണ്ട ഡേറ്റ് പറയാം. അപ്പൊ ഇയാൾ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച. കൂട്ടത്തിൽ പറഞ്ഞ അമ്പലക്കടവിനെയും പൂക്കോട്ടൂരിനെയും ഞാൻ കൊണ്ടുവരും, നൗഷാദ് ഹസനെയും സമദൻബരിയും വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്നെ കൊണ്ടുവരണം, ആളെ മാറരുത്, ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച തന്നെ വേണം. അപ്പൊ ഞായറാഴ്ച കുഴപ്പമില്ല, ഞാൻ എല്ലാ പരിപാടിയും കട്ട് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി നിന്നു. ഞങ്ങൾ ചെന്നു. ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ബോംബെയിൽ പോകുന്നതിന് മുമ്പത്തെ ദിവസം അവിടെ ചെന്നപ്പോഴതാ അമ്പലക്കടവില്ല, പൂക്കോട്ടൂരുമില്ല. സമസ്തന്റെ പ്രതിനിധികളായി വന്നിരിക്കുന്നത് ഒന്ന് നമ്മളെ മുസ്തഫ അഷ്റഫി കക്കുംപടി എന്ന് പറയുന്ന ഒരു സാധനം. പണ്ട് നമ്മളെ ക്ലിപ്പ് വാങ്ങിയിട്ട് മറുപടി പറയാൻ പോകുന്ന ആളാ. വേറൊരു ചങ്ങാതിന്റെ നമ്മളെ MT അബ്ദുള്ളയുടെ മകൻ, ആ കീശേരിയിൽ വന്ന ടീം വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങളെ പറ്റിച്ചതാ അമ്പലക്കടവ്, നിങ്ങളെ ചാവേറായി വിട്ടതാ. ഇവൻ മർക്കസിലെ ഷെയർ മാത്രല്ല എല്ലാ ഷെയറിനെയും നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. സക്കരിയ സ്വലാഹി നിങ്ങൾ ഒരു കൂട്ടിലാണ്. ഓരോട് മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു, ആൺകുട്ടികളുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്ന ഒരൊറ്റ ഷെയർ മുബാറക്ക് പറ. ഇന്ത്യയില്ല, ഒന്ന് പറ. മർക്കസ് നടക്കട്ടെ, വെല്ലൂരുതുണ്ടോ? അപ്പൊ പറഞ്ഞാൽ പേടിയാണ്. അടുത്ത ചോദ്യം നമ്മൾ സനതുണ്ടോയിക്കൂലേ? ഇവരൊറ്റ സനതും കണ്ടിട്ടില്ലല്ലോ, മിണ്ടിയില്ല. 2 മണിക്കൂർ മുന്നിലിരുന്ന് ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഒരു ഷെയർ മുബാറക് ഉണ്ട് എന്ന് പറയാൻ ചേളാരി സമസ്തയുടെ പ്രതിനിധികൾക്ക് കഴിഞ്ഞില്ല. എങ്കിൽ ഇവിടെ വഹാബിയും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ കാണിച്ചൊരു വ്യവസ്ഥ. ഏറ്റവും CD ഇറങ്ങുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ CD ഇറങ്ങുന്നോട്. അപ്പോ ആ പാവം ചോദിച്ചു, നിങ്ങൾ കീശേരി വന്നപ്പോ, വെല്ലൂർ ഇവിടെ വന്നപ്പോ ലോകം മുഴുവനും ഞാൻ പറഞ്ഞു, നിങ്ങൾ വെടിവെച്ചത് മർക്കസിലെ ഷെയറിൽ. പക്ഷെ വെടിവെക്കാൻ ഉപയോഗിച്ച മരുന്നെന്താ? സനത് ഞങ്ങൾ കണ്ടിട്ടില്ല. സനത് ആര്? ചേളാരിക്കാർ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ട സനത് വല്ലതും ഉണ്ടോ? വല്ല ഷെയറിനും ഒറ്റൊന്നിനുമില്ല. അപ്പൊ എല്ലാം നിഷേധിക്കലായി. കേട്ടോളൂ. അതിന്റെ ഒരു രംഗം മാത്രം കാണിച്ചാൽ അവസാന ഭാഗത്തുനിന്ന്. പുതിയ മുടി കൊണ്ടുവന്നവർ നിങ്ങളാണ്. അത് അവരെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. MT അബ്ദുള്ളയുടെ മകൻ അബൂബക്കർ ദാരിമിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശേഷം നമ്മുടെ മറുപടിയും വരും. കേട്ടോ, പുതിയ മുടി കൊണ്ടുവന്നവർ നിങ്ങളാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. കാരണം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ അസറല്ല. ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? അതേസമയത്ത് റസൂലുള്ളാഹിന്റെ അസറിനെ നിങ്ങളെക്കാൾ ഞങ്ങളാണ് അംഗീകരിക്കുക എന്ന് 100% പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ യുക്കാലു പറയപ്പെടുന്നു എന്നുള്ള വാചകത്തിന്റെയൊക്കെ വിശാലാർത്ഥം കിതാബോധി പഠിക്കണം. അതിന് കവല പ്രസംഗത്തിന്റെ ആശാന്മാർക്ക് ഒരുപക്ഷെ സാധിച്ചോളുന്നില്ല. എന്താണ് സ്റ്റീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമൊക്കെ സംവാദത്തിലെ കിതാബോധി തരാൻ ആണത്തമുള്ള ചങ്കുറ്റമുള്ള പ്രവർത്തനങ്ങളുടെ പിന്നാലുണ്ട്. പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഖുർആനിൽ ശൈത്താനുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെയും SKSFിന്റെയും പ്രവർത്തകരുടെ ശൈത്താനാണ് എന്ന രൂപത്തില് നിങ്ങൾ ശൈത്താനാക്കിയതൊന്നും ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പോലെ അവര് നിങ്ങളെ പോലെ പൊട്ടന്മാരല്ല. ആ ജാതി ആക്രോശ ശരവർഷങ്ങളൊന്നും ഇവിടുത്തെ പൊതുസമൂഹം വിശ്വാസി സമൂഹം അംഗീകരിച്ചു തരികയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെന്താ പറഞ്ഞത്? ഞങ്ങള് അത് കൃത്യമായ സനത് ആവശ്യപ്പെട്ടപ്പോ ആ സനദിനെ കുറിച്ച് നിങ്ങളിവിടെ പരാമർശിച്ചു. സനത് ആവശ്യപ്പെടുക എന്നുള്ളത് വാദമല്ല, അത് വാദത്തിന്റെ തെളിവാണ്. വാദമൊന്നു വേറെ, തെളിവൊന്നു വേറെ. വാദമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. തെളിവ് പറയുന്നത് അത്
ഞങ്ങൾ സംവാദത്തിലാണ്. സംവാദത്തിൽ പറയുന്ന ഞങ്ങളുടെ തെളിവിനെ സംബന്ധിച്ച് ഇപ്പോഴല്ല സുഹൃത്തെ സംസാരിക്കേണ്ടത്, മറിച്ച് സംവാദത്തിൽ ഞങ്ങൾ പറയുന്ന അനേകായിരം തെളിവുകളെ സംബന്ധിച്ച് അന്നാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ഞങ്ങൾ ഉത്തരം തരാം. ഇതാണ് അതിന്റെ ശൈലി. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ. പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിക്കാർ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഈ ജാതി ജമാഅത്ത് മുജാഹിദ് വഹാബി എന്നൊന്നും പറഞ്ഞിട്ട് ആ രൂപത്തിലുള്ള ഒരു തരംതാണ ശൈലിയിലേക്ക് അല്ല നിങ്ങൾ മടങ്ങി വരേണ്ടത്. മറിച്ച് നിങ്ങൾ ഒപ്പിട്ട ഈ വാദത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. പ്രിയ സുഹൃത്തുക്കളെ, മടങ്ങി വരൂ. ഷേഖ് മുബാറക് എന്ന് SSF SYS പ്രവർത്തകർ പറയുന്നതും വിവാദമുടി എന്ന് SKSSF പ്രവർത്തകർ പറയുകയും ചെയ്യുന്ന തർക്കത്തിലുള്ള മുടി ഏതാണ്? ആ മുടി അനിഷേധ്യമായി ജനങ്ങൾ പറയുന്നു കാന്തപുരം കൊണ്ടുവന്ന മുടി. അതിന്റെ അടിവേരവിടെ, അതിന്റെ അടിത്തറയുടെ, അതെന്തിനാണ് അംഗീകൃതമാണെന്ന് നിങ്ങൾ പറയുന്നു എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ശരി, നിങ്ങളെ ഒരു കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾ ആധാറുകളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു കാര്യം ഇവിടെ എഴുതിയെന്താ? ചേളാരി സമസ്തക്കാർക്ക് കണ്ട് ബോധ്യപ്പെട്ട സനതുള്ള ഒരു ആധാറുണ്ട് എന്ന് പറയാൻ, ഒരു അസറുണ്ട് എന്ന് പറയാൻ എന്തേ നിങ്ങൾക്ക് ധൈര്യം വരാത്തത്? അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾ സക്കരിയ അസലായുള്ള ഭാഗത്ത് തന്നെ അതിന് തന്നെയാണ് നിങ്ങൾ എഴുതിയത്. പിന്നെ യുക്കാലു ആധാർ പിന്നെ അറിഞ്ഞ ആളല്ല, അയാൾക്ക് എഴുതിയിരുന്നില്ല. പറയപ്പെടുന്ന മുടി ഇനി വേണോ നിങ്ങൾക്ക് പിടിച്ചോ? മർക്കസിന്റെ മുടി മാത്രമാണോ നിങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞത്? ഇത് നിങ്ങളുടെ സത്യധാര. പേര് സത്യധാര എന്നാണെങ്കിലും അസത്യം മാത്രം പറയുന്നു സത്യധാര. ഈ സത്യധാരയിൽ എന്താ പറഞ്ഞത് കേട്ടോ? ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇത്തരം വ്യാജ തിരുശേഷിപ്പുകൾക്ക് കൈയും കണക്കുമില്ല. ഇനി യുക്കാലുവിന്റെ മൈന പഠിച്ചോ? ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ഷഹർ മുബാറക്കുകളെ കുറിച്ച് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന ഷഹറിനെ കുറിച്ച് പോലും അറിയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അത് വ്യാജമാണ് എന്നാണ്. ഇത് സക്കരിയ സലാഹിയുടെ വാദമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. മർക്കസിലുള്ള ഷഹർ മുബാറക്ക് തെളിയിക്കാൻ ഞങ്ങൾ 1000 കുതിരശക്തിയോടെ തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിയ ആ വാദത്തിന്റെ ബാക്കി ഞങ്ങൾ എഴുതാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞങ്ങൾ എഴുതിയത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ആദ്യം തന്നെ നിങ്ങൾ എഗ്രിമെന്റ് എഴുതുമ്പോ മർക്കസിലെ കാന്തപുരം എന്നൊക്കെ എഴുതേണ്ടിയിരുന്നു. അവിടെ നിങ്ങൾക്ക് പെട്ടുപോയി. എഴുതുന്ന മേപ്പെട്ട് നോക്കി നിന്നു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങൾ എഴുതിയതെന്താ? SKSSF വിവാദ മുടി എന്ന് പറയുന്നത് അത് മർക്കസിലേത് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുടിയെക്കുറിച്ചും നിങ്ങളെ പ്രൊഫസർ പറഞ്ഞത് പറയപ്പെടുന്ന മുടി, അതിനെക്കുറിച്ച് നിങ്ങളെ മൗലാന പറഞ്ഞത് വ്യാജമുടി. ഇനി ചോദിക്കട്ടെ, നിങ്ങളുടെ ആശയം അനുസരിച്ച് ധൈര്യമുണ്ടോ ഒരു അതർക്കുണ്ടോ നിങ്ങൾക്ക് പറയാൻ? അത് നിങ്ങളുടെ ചോദ്യമാണ്. ധൈര്യമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഓപ്പോസിറ്റ് ചെയ്തു. ഉറപ്പല്ലേ അത് നിങ്ങൾ തെളിയിക്കാൻ തയ്യാറുമാണ്. അതല്ല ഇവിടെ വിഷയം. എന്റെ ചോദ്യം ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഡൽഹിയിലെ തിരികേശമടക്കം എല്ലാ കേസും നിങ്ങൾ വ്യാജമാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ സക്കരിയ സലാഹിന്റെ അടിസ്ഥാനമാണ് അവിടെ സ്വീകരിച്ചത്. സക്കരിയ സലാഹി എന്ത് കാരണം കൊണ്ടാണോ തിരികേശത്തെ വിമർശിച്ചത് അതേ കാരണമാണ്, ഇല്ലത്താണ് നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്നാണ്. തീർച്ചയായും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ച പറയുന്നു, SKSമാർ മാത്രമല്ല, ആളുകൾ മനസ്സിലാക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളുകള്ളിയിലുള്ള വാദങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റുകൾ പറ. SKSമാർ വിവാദമാക്കിയതേ ഉള്ളൂ. അതെല്ലാം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു. വ്യാജ കേസമാണ് എന്ന് നിങ്ങൾ തന്നെ എഴുതിയത് വായിച്ചു. പറയപ്പെടുന്ന മുടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ തൃശൂർ എന്ന് പറഞ്ഞ് ഇനി നടക്കേണ്ടതില്ല. ഞങ്ങൾ സംവാദത്തിന്റെ വ്യവസ്ഥ നടത്തി. സംവാദമായി SK സമസ്തയെ തൃശൂരിന്റെ മണ്ണിൽ കുടിച്ചിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാരണം ഒരു ഷഹർ മുബാറക് ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വെല്ലുവിളിച്ചത് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ചോദ്യമേ ഉള്ളൂ. സനത് കണ്ട് ബോധ്യപ്പെട്ട ഒറ്റ ഷഹർ മുബാറക് ലോകത്തുണ്ട് എന്ന് പറയാൻ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടത് വേറെ ആരുമല്ല, നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ഒരു ഷഹർ മുബാറക്കിലും പറ. ഒറ്റ ചോദ്യം. നിങ്ങളെ 12 ചോദ്യം ഏതാ? 12 പൊട്ടത്തരാ. ഒന്നാമത്തെ ചോദ്യം തന്നെ കാന്തപുരം ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു ഒരു ഷഹർ മുബാറക്ക്, പിന്നെ ഒരിക്കൽ പറഞ്ഞു മർക്കസിലുള്ളത് 2. ഓന്റെ ചങ്ങാതി അതതിന് മഫൂമില്ല എന്നൊന്ന് ഓതി പഠിച്ചുകൂടാ. എനിക്ക് എവിടുന്ന് എഴുന്നേറ്റ് വരാതെയൊക്കെ. കാന്തപുരം ഉസ്താദിന്റെ ചോദ്യം എന്താണെന്നറിയോ? അവിടെ മർക്കസിൽ ഒരു കഷ്ണം ഷഹർ മുബാറക് ഉണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്? അതിന്റെ അർത്ഥം ഒരു കഷ്ണേ ഉള്ളൂ എന്നല്ല, ഒരു കഷ്ണം ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം. അത് നിങ്ങളോട് ചോദിച്ചതാണ്. ഒരു കഷ്ണം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെത്താണ്? 1, 2, 3, 4, 5 ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്ത്?
അപ്പൊ മൂപ്പര് മനസ്സിലാക്കി വൈരുദ്ധ്യാണ്, ഒന്നിലൊന്ന്, ഒന്നിൽ 2, ഒന്നിൽ 3. അതല്ല സാധു, അത് നിങ്ങളോട് ചോദിച്ചതാണ്. 1 ഉണ്ടായാലും നിങ്ങൾക്ക് എന്താ, 3 ഉണ്ടായാലും നിങ്ങൾക്ക് എന്താ, ഇനി 10 ഉണ്ടായാലും നിങ്ങൾക്ക് എന്താണ്? അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതിന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് മനസ്സിലാക്കാൻ മാത്രമൊന്നും അമ്പലക്കടവ് വളർന്നിട്ടില്ല. ഒരമ്പലത്തിൽ പോകാനുള്ള യോഗ്യത പോലും ഇയാൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി കണ്ടോ ഇനി ഏതാ 1ാമത്തെ ചോദ്യം ഞങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന ആള് സനദിൽ ഉണ്ട് എന്ന് കാന്തപുരം ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ വായിച്ച സനദിൽ ഖുതുബുദ്ദീനുൽ ഫിർദൗസി ഇല്ല. ഞാൻ അവിടെയും പറയുന്നു ഇല്ല. ഖുതുബുദ്ദീനുൽ ഫിർദൗസി സനദിൽ ഉണ്ട് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തെളിയിക്കാൻ ഞങ്ങൾ ഈ കെ സമസ്ത എന്ന് പറയുന്ന ആ വിഭാഗത്തെ മുഴുവനും വെല്ലുവിളിക്കുകയാണ്. സാധ്യമല്ല. ഉസ്താദ് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഇവിടെ നിന്നാണ് ഇതേ സ്റ്റേജിൽ നിന്നാ ഉസ്താദ് അന്ന് ജാഗരണ സമ്മേളനത്തിൽ പറഞ്ഞത്. ഡൽഹിയിലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പരമ്പരയിലൂടെ വന്ന ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനായ കുത്തുബായ ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി വഴിക്ക് നിലകൊള്ളുന്ന ബറകാത്തി സാദാത്തിങ്ങളിലൂടെ കിട്ടി. അപ്പൊ ഇവര് മനസ്സിലാക്കിയ ഒരു പേര് ഖുതുബുദ്ദീൻ ഫിർദൗസി ഉണ്ട് അവിടെ, അപ്പൊ അത് സനദിലുണ്ടാകുന്നു മനസ്സിലാക്കി. അത് ഏതുപോലെയെന്നറിയോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് ഉസ്താദിന്റെ വാക്ക് ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ, ഞങ്ങൾ പറയുന്നതാണ് കേട്ടാൽ മതി കേട്ടോ. എന്താണ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഹസ്റജി ആർക്ക് ഷെയർ മുബാറക്ക് കൊടുത്തു? കാന്തപുരം ഉസ്താദിന്. ഉറപ്പാണല്ലോ. അത് എവിടുന്നാണല്ലോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഷെയർ മുബാറക്ക് ഹസ്റജി കാന്തപുരം ഉസ്താദിന് കൊടുത്തത് ഞാൻ പറയുമ്പോ ഞാൻ എന്ത് പറഞ്ഞു? ബഹുമാനപ്പെട്ട ദുബൈയിലെ മുൻ മന്ത്രിയുടെ മകൻ അഹമ്മദ് ഹസ്റജി ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനായിരുന്ന ശൈഖുന ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനും അവിടത്തെ പാതയിലൂടെ ജീവിക്കുന്ന ആളുമായ കാന്തപുരം ഉസ്താദിന് നൽകി എന്ന് ഞാൻ പറഞ്ഞാൽ എസ് കെക്കാരെന്ത് മനസ്സിലാക്കും? അതിന്റെ അടുക്ക് ഓക്കെ ഉസ്താദുണ്ട്. എന്ത് ബുദ്ധിയാപ്പത്? അതാ പദങ്ങളൊക്കെ ഓരോ ഹർഫിനും 10,000 അർത്ഥാടോ. നിങ്ങളെ ഈ സാമാനം പറഞ്ഞതിലല്ലത് അല്ലേ? അത് മാത്രമേ ഇങ്ങക്കറിയുള്ളൂ. ഞങ്ങളെ നേതാവ് നിലകൊള്ളുന്ന പറഞ്ഞാൽ അത് നിലകൊള്ളുന്നതാണ് അതിന്റെ അർത്ഥം. അതാ പറഞ്ഞു ഉസ്താദ്, ഖുതുബുദ്ദീൻ ഫിർദൗസിയുടെ വഴിക്ക് നിലകൊള്ളുന്ന ബറകാത്തി സാദാത്തിങ്ങളിലൂടെ കിട്ടിയതാ പറഞ്ഞത്. അത് ഒന്ന് കുരച്ചാൽ പോലും അതിന് മയനയാ മക്കളെ, ഇങ്ങക്കിതെത്താ. അപ്പൊ ഖുതുബുദ്ദീൻ ഫിർദൗസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് കിട്ടിയ. അപ്പൊ മൂപ്പര് പറയാ ത്വരീഖത്തിന് എങ്ങനെ വഴി എന്ന് പറയോ? ഓന്റെ മുസ്ലിയാരെ ഒന്ന് LKG-യിലെങ്കിലും പോയി പഠിക്കാൻ പലക്കടേ. ത്വരീഖ് പറഞ്ഞാൽ വഴിയെന്നല്ല. എന്താ ഉദ്ദേശം ഞങ്ങൾ പറയേണ്ടതല്ലേ? അപ്പുറത്തുള്ള ഉസ്താദിന്റെ പണ്ടൊരാൾ മുഹയ്യദ്ദീൻമാരെ പാടി, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളമത്തീരെ ഉള്ളവർ. മൗലവി ചോദിച്ചു, വലിയ കൊടിയാണല്ലോ അത്, ആകാശത്തിന്റെ മുകളിലും ഭൂമിക്ക് താഴെയും. ഇത്ര നീളമുള്ള കൊടി കെട്ടണമെങ്കിൽ വലിയ ശീലമാണല്ലോ, അത് എവിടുന്നാ കിട്ടുക? അപ്പൊ ഇതൊരു വലിയൊരു ശീലം എന്നാ സാധു മനസ്സിലാക്കിയത്. അന്ന് പതിയത്തിൽ ഖാദർ മുസ്ലിയാർ മറുപടി പറഞ്ഞു, ബേജാറാകണ്ട, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ. അതിന്റെ അർത്ഥം എന്താ? ആദം നബി മുതലുള്ള എല്ലാവരും ഒറ്റ കയറ് കൊണ്ട് പിടിക്കണം. അത് വലിയൊരു കയറായിരിക്കുമല്ലോ. ആ കയറ് വാങ്ങാൻ കിട്ടുന്ന കടയുടെ നേരെ അപ്പുറത്തെ കടയിൽ ആ ശീലയും കിട്ടുന്നതാണ്. അതോടുകൂടി മൗലവി ഇരുന്നു എന്ന് പറഞ്ഞ പോലെ അമ്പലക്കടവേ, കണ്ണാടിപ്പറമ്പേ, ഉസ്താദ് ധരിച്ച ചെരുപ്പിന്റെ അടിയിലെ ചേറാവാ നിങ്ങളായിട്ടില്ല. നിങ്ങൾ എന്നല്ല, നിങ്ങളുടെ മുശാവറയോ കുല്ലുഹും മജ്മഊൻ, എല്ലാവരും കൂടിയാലും ഉസ്താദ് ധരിച്ച ഷൂവാൻ പറ്റൂല കേട്ടോ. എന്നിട്ട് ഉസ്താദ് നിലകൊള്ളുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് പേരോട് ഉസ്താദ് വിശദീകരിച്ചതുപോലെ വർത്തനിട്ട് നന്നായിട്ടുണ്ട്. മറുപടി എങ്ങളെന്നെ, ഉത്തരവുകളെന്നെ. 2ാമത്തെ ചോദ്യവും തൊട്ടിലേക്ക്. പിന്നെ 3ാമത്തെ എന്താ പറഞ്ഞത്? 3ാമത്തെ പറഞ്ഞു, പകരം ഉസ്താദ് വായിച്ചതും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വായിച്ച സനദും തമ്മിൽ തർക്കമുണ്ട്. ഒരാളെ പേരുണ്ട്. നിങ്ങളെ പണി അതാ, ഈച്ചയെ പോലെ പെട്ടെന്ന് വായിക്കുമ്പോ ഏതെങ്കിലും ഒരാൾ പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇനി ഓരോരുത്തരും ഇങ്ങനെ നോക്കി വഷളാകണ്ട. ഇതാ ഞങ്ങളാ വായിച്ച സനദിന്റെ കോപ്പി ആര് വന്നാലും ഞങ്ങൾ തരാം കേട്ടോ. ഇതിൽ വൈരുദ്ധ്യം കാണിക്കാൻ ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള മുഴുവൻ എസ്കക്കാരി ഞങ്ങളിതാ വെല്ലുവിളിക്കുകയാണ്.
ഇനി പ്രസംഗത്തിന്റെ CD നോക്കിപ്പോകണ്ട. വായിക്കുമ്പോ പെട്ടെന്ന് വായിക്കുമ്പോ ഞാൻ തന്നെ ചിലപ്പോൾ ഇത് പല രൂപത്തിലും വായിച്ചിട്ടുണ്ട് ഞാൻ തന്നെ. കാരണം എന്താ, ഇതെല്ലാം 41 ആളുകളെ പേരുണ്ട്. ഈ ഷഹർ മുബാറക്കിന്റെ സനദ് ഇങ്ങനെ വായിക്കുമ്പോ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ചിലപ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ മാത്രം വായിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി ഇതിലുണ്ട്, ഇത് വായിക്കും. ഓ കണ്ട, അതിന്റെ ഇടയിൽ ഒരുപാട് ആൾ വിട്ടുപോയി. അതൊക്കെ ചങ്ങാതിമാരെ വായിക്കുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളിത് കയ്യിൽ തരാം. ധൈര്യമുണ്ടോ? ഈ സനദെന്ന് വെച്ച് ചർച്ച ചെയ്യാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വന്നോ, ഞങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാണ് കേട്ടോ. ഇനിയോ അപ്പൊ അതിൻ്റെ അതങ്ങനെ തന്നെ. പിന്നെ 4ാമത്തെ ചോദ്യം എന്താ? അക്കമിട്ട് മറുപടിയാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ. 4ാമത്തെ ചോദ്യം, തലയിലെ ഷഹർ മുബാറക്കാണ്, ഇത് തലയിൽ നിന്ന് കിട്ടിയതാണെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു. താടിരോമാണെന്ന് ആര് പറഞ്ഞു? തോയിർ സഖാഫി പറഞ്ഞു. ഇതെന്താ സംഭവം? അതും കാന്തപുരം ഉസ്താദുള്ള സദസ്സിൽ പറഞ്ഞു. എന്നിട്ട് എന്തേ ആയത് കൂട്ടരെ? ഇത് മുജാഹിദിന്റെ വാദാണ്. ആതിഖ ബീവി പള്ളിയിൽ പോയിട്ട് എന്തുണ്ടായി? അത് ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കാൻ പാടില്ല. അത് ഉമർ റളിയല്ലാഹുവിൽ നിന്ന് അടികിട്ടി, നിർത്തിയ പരിപാടി. പിന്നെ പോയില്ല. കാന്തപുരം ഉസ്താദുള്ള വേദിയിൽ പ്രസംഗിച്ചു. ഉസ്താദ് ആ തെറ്റി തിരുത്തി കൊടുത്തു. തോയിർ സഖാഫി തന്നെ തിരുത്തി. ഇനി നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾക്ക് മാറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഞങ്ങളെ ഉസ്താദുമാർ അങ്ങനെയാണ്. അത് ഞങ്ങളെ പവറല്ലേ, വാല് തലയെ നിയന്ത്രിക്കൂല. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇഹ്യാഉസ്സുന്നയുടെ സനദ് സമ്മേളനം നടക്കുമ്പോ പ്രസംഗിക്കാൻ നിന്നു. താജുൽ ഉലമ സദസ്സിലുണ്ട്. തങ്ങളവറുകൾ പറഞ്ഞു, ശരിക്ക് പറഞ്ഞു, തെറ്റിയാൽ അടി കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ഞങ്ങളെ അടിക്കാനും ഞങ്ങൾ തെറ്റിയാൽ തിരുത്താനുമുള്ള ഒരു നേതൃത്വം ഞങ്ങൾക്കുണ്ട് കേട്ടോ. നിങ്ങളെ തിരുത്തിയ പ്രസിഡന്റ് നിങ്ങൾ പുറത്താക്കിയില്ലേ? അസരി തങ്ങളെ പുറത്താക്കിയില്ലേ? നിങ്ങള് ശംസുൽ ഉലമനെ വേദനിപ്പിച്ചത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? ശംസുൽ ഉലമ പ്രസിഡന്റാക്കിയ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ പിടിച്ച് പുറത്താക്കിയില്ലേ നിങ്ങൾ? സമുദായത്തോട് നിങ്ങൾ മറുപടി പറ. എല്ലാ തോന്നിവാസവും തന്നെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് തിരുത്തിയതാണ്, അതിനി പറയണ്ട. പിന്നെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയാവാല പറഞ്ഞു അത്രേ, എന്ത് ഇത് ബഗ്ദാദിൽ നിന്നാണ്, കൊണ്ടുവാ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് കൊണ്ടുവാ. അപ്പൊ ഞങ്ങൾ വിശദീകരിക്കും. ഈ സനദിൽ ആരൊക്കെ ബഗ്ദാദിലുണ്ട്, എവിടെയെല്ലാം ഉണ്ട് നിങ്ങൾ പറയാം. പറഞ്ഞു അമ്പലക്കടവ് പറഞ്ഞാ പോരാ. അമ്പലക്കടവ് നുണ മാത്രം പറയുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ചോദ്യം തള്ളുന്നു. ഇഖ്ബാൽ ജാലിയവാല പറഞ്ഞത് തെളിയിക്ക്, അപ്പോൾ ഞങ്ങളത് കൊണ്ടുവരും. 5ാമത്തെ ചോദ്യവും പടിക്ക് പുറത്താണ്. പിന്നെ 6ാമത്തെ ചോദ്യം, ഈ സനദ് ഏത് സനദ് നിങ്ങൾ വായിച്ചല്ലോ? ഇത് ന്യൂസിലൻഡിലുള്ള ഒരു സഖാഫി ഉണ്ടാക്കിയതാണ്. മർക്കസിൽ നിന്ന് അച്ചടിച്ചതാണ്. മർക്കസിൽ അച്ചടിക്കൽ എളുപ്പം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തിരൂരങ്ങാടിയിൽ നിന്ന് മുസാഫ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം തിരൂരങ്ങാടിയിൽ നിന്ന് ഉണ്ടാക്കാനല്ല, നേരത്തെ ഉള്ളത് പുതിയ പതിപ്പിൽ ഉണ്ടാക്കുന്നു എന്നതുപോലെ മർക്കസിൽ ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ ഇത് കാന്തപുരം ഉണ്ടാക്കിയതാണെന്നോ, ഈ സനദ് ഏതെങ്കിലും ഒരു സഖാഫി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നോ, അതാണല്ലോ നിങ്ങളെ ചോദ്യം. ഞങ്ങളത് നിഷേധിക്കുന്നു. 1000 കുതിരശക്തിയോടെ ഞാനത് നിഷേധിക്കുന്നു. തെളിയിക്കാൻ ആരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം, അവരെയൊക്കെ കൊണ്ടുവാ. നിങ്ങളെ ഇരുത്തിയിട്ട് ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും കേട്ടോ. ഒരു സംശയമില്ല. ഞാൻ അന്വേഷിച്ചിട്ടാ പറയുന്നത്, വെറുതെ പറയല്ല. 2 ദിവസം അതിന് വേണ്ടി എന്നെ ഞങ്ങൾ ചെലവഴിച്ചത്. ഒരു ദിവസം പോയി, പിന്നെയും അവിടെ നിന്ന് പിന്നെയും ചോദിച്ച് സനദും അറിഞ്ഞ് ഇത് ഉണ്ടാക്കിയതാണോ അതോ കൊടുത്തതാണോ എല്ലാം കൃത്യമായി അറിഞ്ഞ്, അറിവിന്റെ ആശയത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. കൊണ്ടുവാ, ആളെ കൊണ്ടുവാ, ഒന്ന് പറയിപ്പിക്കുക. ബാക്കി ഞാൻ പറയാം. ബാക്കി ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല. അപ്പൊ 6ാമത്തെ ചോദ്യവും പോയി. പിന്നെ 7ാമത്തെ ഒരു ചോദ്യം, കാന്തപുരം ഉസ്താദിന് ഖദ്റജി കൊടുത്തത് ഇഖ്ബാൽ ജാലിയാവാല കൊടുത്ത ഷഹറാണ്. അല്ല, നിങ്ങൾ തെളിയിക്കോ. നല്ല വിഷയായി. നിങ്ങൾ എന്തെങ്കിലും ഒരു പോയത്തം പറയാ, ഞങ്ങൾ തെളിയിക്കല്ലേ. ഞങ്ങൾക്ക് ഖദ്റജി സനദോടെ തന്നു, അത് ഞങ്ങൾ സ്വീകരിച്ചു. ഇനി ഇഖ്ബാൽ ജാലിയവാല തന്നതാണെന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. നിങ്ങൾ വാദം പറയാ, തെളിയിക്കൽ ഞങ്ങളെ കിട്ടൂലട്ടോ. കുറച്ച് ചോദ്യം അങ്ങോട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അത് തെളിയിക്കുക. പിന്നെ കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് പകര പറഞ്ഞിട്ടില്ലേ? അത് മുഴുവൻ കേട്ടു നോക്ക്.
അതെന്താന്ന് ഉസ്താദിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യില്ലാന്നാ പറഞ്ഞത്? പഠിച്ചോ, കാന്തപുരം ഉസ്താദ് ഈ കേരളത്തിൽ അല്ല ലോകതലത്തിൽ തന്നെ വലിയ വിപ്ലവം നടത്തി, സുന്നി പ്രവർത്തകർക്ക് മാതൃകയായി. അപ്പൊ അല്ലാഹു തആല എന്ത് കൂലി നൽകുകയാണെങ്കിലും അത് കാന്തപുരം ഉസ്താദ് അറിയും. അഥവാ ആ പ്രവർത്തനത്തിന്റെ ഒരു കൂലി അല്ലാഹു കാന്തപുരം ഉസ്താദിന് നൽകും കേട്ടോ. അതാണ് പറഞ്ഞത്. അതാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരാൾ ഒരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവർത്തനം അനുകരിച്ച് മറ്റാരൊക്കെ ചെയ്താലും അതിന്റെ കൂലി അവർക്കുമുണ്ട്. അത് മനസ്സിലാക്കാതെ പൊട്ടത്തരം പറയരുത്. അതുകൊണ്ട് ആ ചോദ്യവും ഞാൻ വലിച്ചെറിയുന്നു. പിന്നെ നമ്മളെ PKM സഖാഫി ഉസ്താദിന്റെ ഒരു ക്ലിപ്പാ. എന്താ പറഞ്ഞാൽ PKM സഖാഫി ഉസ്താദിനെ കാണുന്ന തന്നെ ഓൾക്ക് പേടിയാണ് അത്രേ. എന്നിട്ട് ഉസ്താദിന്റെ ധീരത പറയും. എന്താണെന്നറിയോ? രാത്രി ഒറ്റക്ക് ഒരാൾ 50 ആളെ നേരിട്ടു എന്ന് കറാമത്ത് വിളിച്ചു പറയാം അവിടുന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ 50 ആക്ക ഞങ്ങൾ ഒന്ന് മതി. അത് 50 എണ്ണം വന്നുകൊണ്ടാണ്. ഇനി 500 വന്നാലും നമ്മൾ തന്നെ മതി. അതെ, അത് ഇതാര് കൊടുത്ത ക്ലിപ്പ്? ആരോടോ ഈ ക്ലിപ്പ് തന്നത്? ആരാ തന്നത്? സക്കരിയ സ്വലാഹി അല്ലേ? സക്കരിയ സ്വലാഹി കൊടുത്ത ക്ലിപ്പ്. കാരണം എന്താ? സക്കരിയ സ്വലാഹിയാണ് ഇതാദ്യം പറഞ്ഞത്. ഞങ്ങൾ മറുപടി പറഞ്ഞ് ഒഴിവാക്കിയത് അതൊക്കെ അല്ലേ? നിങ്ങൾ കാന്തപുരം ഉസ്താദിനെതിരെ ഒരു ഡോക്യുമെന്റ് ഇറക്കി. ആരാ ക്ലിപ്പ് തന്നത്? മുജാഹിദ് കരിവമ്പയിൽ അല്ലേ മൗലവി. തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഇനി എത്ര തെളിവ് വരാനുണ്ട് നിങ്ങൾക്കറിയുമോ? അപ്പൊ അതുകൊണ്ട് തെറി അത് ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ രൂപം ഒന്നും എടുക്കുമോ? 800 ഒന്നും എടുക്കുക. അതിന്റെ ഇടയ്ക്ക് തെറി പറയലും അതൊന്നും ഞങ്ങളെ ശൈലിയല്ല എന്ന് പറഞ്ഞ് നന്നാവാൻ നോക്കുന്നുണ്ട്. അത് വേണ്ട. നമ്മളെ ഒരു സഖാഫി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളെ ഉലമാ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷകൻ അയാളെ കൊണ്ടുവാ. ആരാളെ പേര്? ഇസ്മായിൽ സഖാഫി തോട്ടുമുക്ക്. അയാള് അതാ നമ്മളെ ഖത്തറിലുള്ള ജിഷാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഫോൺ ചെയ്തപ്പോ അയാള് പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ, എന്തൊക്കെ ഉണ്ട് എന്ന് ശരിക്ക് കേട്ടോ. ജിഷാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ പ്രവർത്തകൻ. അദ്ദേഹം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇയാള് പറഞ്ഞത് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയുന്നില്ല, ശബ്ദമേ ഉള്ളൂ, ഫോണാണ്. ശരിക്ക് കേട്ടോളൂ. ഓരോന്നുണ്ട്. കാസിമിന്റെ തെറി വേറെ ഉണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ കേൾപ്പിക്കാം. ഇപ്പൊ ഇത് നിങ്ങളൊന്ന് കേട്ടോളൂ. നിങ്ങൾ എന്തല്ലോ ഉസ്താദ് വിശേഷം? ഹലോ ഹലോ, ആരെ? ഞാനാണ് മുഹമ്മദ് ജിഷാനാണ്. നിങ്ങൾ സംസാരിക്കാനില്ല? അല്ല, സംസാരിക്കണമെന്നില്ല. നിങ്ങൾ 3 ദിവസം കൊണ്ട് ഒരു കാര്യം കൂടുന്നോട്ട് ഇതുവരെ അതും പറ്റിച്ചില്ല. എന്നാ നിങ്ങൾ എനിക്ക് നേരിട്ട് അല്ല ഇമെയിൽ അയച്ചിരുന്നോണ്ട് പറ്റിച്ച്. ഒന്നും സംസാരിക്കാനില്ല. ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ദിവസം ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ഏത്? ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ദിവസങ്ങളെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നീ എവിടെയാണ്? എന്തേ? വീട് എവിടെയാണ്? സ്ഥലം എന്താണ്? അഡ്രസ് ഏതാണെന്നൊക്കെ എനിക്കറിയാം. അല്ല, നിങ്ങൾ അഡ്രസ് കണ്ടുപിടിച്ച് ആരിഫ് ബർക്കാത്തിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യം എന്തായി? അതാദ്യം പറങ്ങള്. നീ ഈ നാട്ടിൽ കാല് കുത്തുന്ന ദിവസം നിന്റെ തൊള്ളിലെ പല്ലടിച്ചാൻ പൊട്ടിക്കും. ആര്? അത് ഇസ്മായിലാണ് പറയണത്. ആര്? ഇജാതി സ്വകാര്യമായി ടെലിഫോണിൽ സംസാരിക്കുക, എന്നിട്ട് അത് ചെയ്യാൻ, എന്നിട്ട് ഇമെയിലിൽ വിടുക. എന്ത് സംസ്കാരമാണ് നിനക്കൊക്കെ? അല്ല, നിങ്ങളപ്പോ എന്റെ ബാപ്പാക്ക് വിളിച്ചെങ്കിൽ കുഴപ്പമില്ല. അതിന് സംസ്കാരമാണ്. എന്ത് സംസ്കാരമാണ്? എന്തിനിങ്ങനെ ചൂടാണ് മൗലവി? മരിച്ചു പോകണമെന്നൊരു ചിന്തയോ അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമോ എന്തെങ്കിലും എന്റെ മനസ്സിലുണ്ടോ? ആ ബോധങ്ങളുണ്ടെങ്കിൽ പോയിട്ട് മുസ്ലിം എന്ന് പറയാനുള്ള യോഗ്യത നിനക്ക് ആ ബോധങ്ങൾക്ക് ഉണ്ടാവും മൗലവി. നീ ഇന്ത്യയിൽ കാല് കുത്തുന്ന ദിവസം ഇസ്മായിൽ എന്നെ അറിയും. നല്ല വിഷയം എന്റെ പല്ല് മൗലവി. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ താലിബാൻ എന്താ പഠിച്ചാൽ ഇങ്ങനെ നിന്നോട് എന്റെ ഫോണിക്ക് വിളിക്കരുത് അറിയില്ലേ? അല്ല, നിങ്ങൾ എന്ത് ചെയ്യില്ല എന്റെ പല്ലടിച്ച് ചോദിക്കുന്നു പറഞ്ഞേ. അതാദ്യം പറയുന്നത് ഇതെന്താ? സ്വകാര്യമായി നടത്തുക. താലിബാൻ പിന്നെ ഇമെയിൽ വഴി നീ പുറത്തു വിടുക. നിങ്ങളെ കുടുംബകാര്യം ചോദിച്ചേ? ആരാ നീ പഠിപ്പിക്കുന്നത്? മൗലവി എന്റെ ടെലിഫോൺ ഞാൻ പൂർണ്ണമായിട്ടും DGPന്റെ അടുത്തുണ്ട് ചാർജ് ചെയ്താണ്. എന്റെ സ്വകാര്യ സംഭാഷണം വിട്ട വകയിൽ എനിക്കൊരു കേസുണ്ട്. രണ്ടാമത്തെ ആൺകുട്ടികളുടെ കളിച്ച് എങ്ങനെ ഉണ്ടാവും എനിക്ക് ഞാൻ കാട്ടിത്തരാം. എന്റെ എത്ര സ്വഭാവം ഞാൻ കാട്ടിത്തരാം. എന്താ പേഴ്സണലായ കാര്യം മൗലവി? കുടുംബകാര്യമല്ലല്ലോ, ദീനിന്റെ കാര്യമല്ലേ? എന്താ പേടി?
സ്വകാര്യ സംഭാഷണം ടെലഫോൺ പിടിക്കാം, എന്നിട്ട് നീ ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ ആരും ചോദ്യം ചെയ്യുന്നത് ഈ രാജ്യത്തിന് നിയമമില്ലാതെ നിങ്ങളെ കൂടുതൽ അമ്പലക്കടവും ടീമും പ്ലേ ചെയ്യിപ്പിക്കുന്ന ക്ലിപ്പ് ഏതാ? സ്വകാര്യക്കടവാണോ വേറെ ഏതാണോ ഓരോ പേര് കേസെടുത്തോ? ഞാൻ അങ്ങനത്തെ തന്തക്ക് ഉറക്കെടുത്ത പണി ചെയ്യാറില്ല. ഈ തന്തക്ക് കൂടുന്നുണ്ടല്ലോ, അത് നീ മാത്രമേ ഖത്തറിലുള്ളൂ, എന്റെ ബാക്കിയുള്ള ഇവിടെ ഉണ്ട്. എന്താ കാട്ടേണ്ടി എനിക്കറിയാം, ഞാൻ കാണിച്ചുതരാം. എന്താ കാണിക്കോ? എന്താ കാണിക്കാം മൗലവി? കണ്ടോ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങളിപ്പോ ഭീഷണിപ്പെടുത്തിയത് ഞാനും കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ എന്റെ പല്ലടിച്ച് കഴിക്കുന്നത് ഞാനും കൊടുക്കാൻ പോവാണ്. എന്റെ പല്ല് മുട്ടുംകാരും ചവിട്ടി പൊട്ടിക്കൂടാ ഞാൻ. എനിക്ക് ആൺകുട്ടികളെ കണ്ടിട്ടില്ല. നല്ല ഉഷാറാ. ഇനി കാസിമിന്റെ വേറെ ഉണ്ട്, ഇപ്പൊ വെക്കുന്നില്ല. വേണ്ടി വന്നാൽ പിന്നെ ഇത് ഇസ്മായിൽ മൗലവി തോട്ടുമുക്കം അവിടെ കണ്ടല്ലോ ആള്. ഇയാളാണ് ഇവരുടെ കോഴിക്കോട് നടന്ന പണ്ഡിത സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷകൻ. അയാളാണിത്. പിന്നെ ബാക്കിയുള്ള പോലെ കാര്യം പറയാനില്ലല്ലോ, പലതും പുറത്തു വരാനുണ്ട്. പ്രൊജക്റ്റും കാസിമിയും. ഓ കാസിമി, ഒരു കാര്യം പറയാം, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നല്ലേ പറഞ്ഞത്? കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് പൊട്ടിയിരിക്കുന്ന ഒരുപാട് ഏർപ്പാടുകൾ, അതിന്റെ കണക്കുകൾ എല്ലാം ഞങ്ങളുടെ കൈകളിൽ റെഡിയാണ്. നിങ്ങളൊന്ന് വെളിപ്പെടുത്ത്. ഇൻഷാ അല്ലാഹ് ഖുർആൻ പ്രഭാഷകന്റെ ഉള്ളുകളിൽ ഞങ്ങൾ വലിച്ചു പുറത്തേക്കിടും കേട്ടോ. ആ ഒരു ദിവസത്തിന് വേണ്ടി കേരളം കാത്തിരുന്നോളൂ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? കണ്ണാടിപ്പറമ്പിന്റെ വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ കാട്ടിയ പണികളാണ്. കോടിക്കണക്കിന് രൂപ മുസ്ലിമീങ്ങളിൽ നിന്ന് പിരിച്ച് ധൂർത്തടിച്ച ധൂർത്തടി വീരനാണ് കാസിമി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് വെളിപ്പെടുത്ത്. എന്നിട്ട് എനിക്കൊന്ന് പറയാനുണ്ട്. അന്ന് വലുതാക്കി കാണിക്ക്. കണ്ടോ നിങ്ങൾ? കണ്ണാടിപ്പറമ്പിന് താമസിക്കാനുള്ള കണ്ണൂരിലെ വീടാണിത്. 1 കോടി രൂപയോളം വിലവിൽ. അതിന്റെ ഗേറ്റ് എന്നൊന്ന് നോക്കുങ്ങൾ. ഇനി അതിന്റെ ഓരോന്നും എടുത്തോ. അതിന്റെ ചുമരാണ് ഇത്. പഠിച്ചോണ്ട് എത്ര പെൺകുട്ടികളെ കെട്ടിക്കതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ തടി വെക്കാൻ, നിങ്ങളുടെ ശരീരം വെക്കാൻ നിങ്ങൾ എന്ത് തോന്നിവാസവും ചെയ്യും അല്ലേ? ഏത് കാര്യവും ചെയ്യും. എന്നിട്ട് ഇല്ലാത്ത നുണകൾ മാത്രം പറയാം. കാന്തപുരം ഉസ്താദ് ഈ സനത് ഇക്ബാൽ ജാലിയവാലിന്റെ അടുത്ത് പോയിട്ട് സനത് വാങ്ങാൻ 5 ലക്ഷം ഓഫർ ചെയ്തു. എന്റെ വെല്ലുവിളിയാണ്. കൊണ്ടുവാ തെളിവ്. കൊണ്ടുവാ തെളിവ്. ഇല്ല ഇല്ലേ ഇല്ലേ ഇല്ല. നിങ്ങൾ 5500 രൂപ കൊടുത്തു എന്നല്ല പറഞ്ഞത്. 5500 പോയിട്ട് 5 കാശ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഉണ്ട് തെളിയിക്കാൻ കഴിയൂല. പക്ഷെ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്നെ പറഞ്ഞു ബിസിനസ് അല്ല, അതാ പാത്രം, ഈ ഷെയർ മുബാറക്ക് വെക്കാനുള്ള പാത്രം, ആ പാത്രത്തിനുള്ള കാശാണ് വാങ്ങിയത്. ഇഖ്ബാൽ ജാലിയവാല അങ്ങനെ ഒരു ബിസിനസ്സുകാരനല്ല. അതാർക്കും പോയി നോക്കിയാൽ കാണാം. അവിടെ വലിയ വലിയ മുതലാളിമാർ താമസിക്കുന്ന വീടുകളുണ്ട്. സഹോദരന്മാരെ, ഈ പാവം മനുഷ്യൻ ഒരു ഫ്ലാറ്റിൽ, ഒരു കുടുംബവും അവിടെ ആധാറുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്ഥലവുമല്ലാതെ ഒരു സമ്പത്തുണ്ടാക്കുന്ന ലക്ഷ്യം അദ്ദേഹത്തിന് ഇല്ല. വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. എന്ത് ചോദിച്ചാലും ഉള്ളത് പറയുന്ന, ആലിമീങ്ങളെ ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ചല്ലേ കേശവൻ എന്നുവരെ നിങ്ങൾ പറഞ്ഞത്. സഹോദരന്മാരെ, നിങ്ങൾക്കെന്താണ് സംഭവിച്ചത്? ഇവരിപ്പോ കോടതിയിൽ പോകുന്ന ഘട്ടം. ഗവൺമെന്റിന് പരാതി കൊടുക്കും. പക്ഷെ അമ്പലക്കടവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, കോടതി കാന്തപുരത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞ് എന്താ, അത് വിശ്വാസത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞ് കോടതി തള്ളിക്കളയും. അബൂബക്കർ എന്നെ അറിയാതെ കേട്ടോളൂ. ഒക്കെ പത്രസമ്മേളനത്തിൽ ചോദ്യവും മറുപടിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്നുകൂടെ വെക്ക്. അതാണ് കാന്തപുരത്തിന്റെ കൈവശം പറഞ്ഞ പോലെ നിയമപരമായി നേരിട്ടുള്ള പലരും ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ആശങ്കയുള്ളൂ, ഇത് അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കോടതി അവർക്ക് അനുകൂലമാണ്. എല്ലാം വിശ്വാസമുണ്ടല്ലോ. അങ്ങനെ വല്ല അവർക്ക് വരുമോ ഒരു ആശങ്ക. തെളിവിന്റെ
അപ്പൊ എന്തായി? ഇയാൾ പറഞ്ഞു കേട്ടങ്ങള് കോടതി വസ്തുതാപരമായി പറയില്ലല്ലോ. അവ കോടതിക്കെതിരെ ഒരു പരാമർശം അവിടെ ഉണ്ട്. കേസായിട്ട് നിങ്ങൾ വരി, ബാക്കി നിങ്ങൾ പറഞ്ഞുതരാം. കോടതി വസ്തുതാപരമായിട്ട് പറയില്ല, എസ്കെക്കാർ മാത്രമേ വസ്തുതാപരമായിട്ട് പറയുള്ളൂ. എന്ത് തോന്നിവാസവും ഇവർ പറയും. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു, ജാലിയാവാലയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു, ഷിയ വിശ്വാസക്കാരനാണെന്ന് പറയാൻ നോക്കി, എല്ലാ ശ്രമവും നടത്തി. എന്നിട്ട് അവസാനം പറഞ്ഞു കാന്തപുരം ഒന്ന് പിന്മാറണം. അതാണല്ലോ ഏറ്റവും വലിയ ആവശ്യം. അത് ഇയാൾ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ. ഇതിന് അത്ര ക്ലിയർ തെളിവുകൂടി സംഘടിപ്പിച്ചു കൊടുത്ത പശ്ചാത്തലത്തിൽ ഈ മുടി പ്രവാചകന്റേതാണെന്ന അവകാശവാദത്തിന് പിൻവാങ്ങുകയും ഒന്നുകിൽ അത് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അത് നേരെ തന്ന ആൾക്ക് തിരിച്ചേൽപ്പിക്കുകയോ ചെയ്യാം. മാന്യമായ രീതി ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അബൂബക്കർ മുസ്ലിയാർ പിൻവാങ്ങുക മതരംഗത്ത്, ബാക്കിയുള്ള സ്വാഭാവികമായും. കാരണം ഇത്രയും കാലം ജനങ്ങളെ വഞ്ചിക്കുക മാത്രമല്ല, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേര് പോലും വ്യാജമായ പ്രചരണം നടത്തി അതിന്റെ പേരിൽ 40 കോടിയുടെ പള്ളി മാത്രമല്ല, അത് കേന്ദ്രീകരിച്ച് ബില്യൺ കണക്കിന് രൂപയുടെ ടൗൺഷിപ്പ് കണക്കിനാക്കാനും വലിയ കൃത്രിമമായി ജനങ്ങളെ വിശ്വാസം ചൂഷണം ചെയ്യാൻ ശ്രമിച്ച അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ മത നേതൃത്വം സംഘടനാ നേതൃത്വത്തിൽ മാറി നിൽക്കണം എന്നാണ് മാന്യമായ അപേക്ഷ. ആഗ്രഹം തരക്കെടില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, മത നേതൃസ്ഥാനം ഒഴിയണം. അപ്പൊ ഇപ്പോൾ നേതൃസ്ഥാനത്തുള്ളതാര് തന്നെ? കാന്തപുരം ഉസ്താദ് തന്നെ. അപ്പയല്ലേ ഒഴിവാൻ പറ്റുള്ളൂ. എന്താ പറയുമ്പോ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ കാന്തപുരം ഉസ്താദ് മതനേതൃത്വത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ മതനേതൃത്വത്തിലുള്ളത് കാന്തപുരം ഉസ്താദാണെന്ന് സമ്മതിച്ചല്ലോ, നന്ദി. പിന്നെപ്പോ ഒഴിവാക്കാൻ നിങ്ങളാക്കിയതല്ലോ അല്ലേ? അവനാന്റെ പെണ്ണുങ്ങളല്ലേ തൊലാക്കെല്ലാം പറ്റുള്ളൂ, അപ്പുറത്തെ പെണ്ണുങ്ങളെ തൊലാക്കെല്ലാം പറ്റൂലല്ലോ. അതന്നെ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. അപ്പൊ സഹോദരന്മാരെ, കാന്തപുരം ഉസ്താദ് നേതൃരംഗത്ത് തന്നെ ഒരു സംശയം അതിലില്ല. ഇത് പണ്ഡിത ലോകം നൽകിയതാണ്. അപ്പൊ ഒരാള് പറയാണ്, എന്താണ് അയാൾക്ക് 957 എടുത്തു മോനെ, നമ്മളെ ഇവിടെ പ്രസംഗിച്ച ചങ്ങാതി, നമ്മളെ കണ്ണാടിപ്പറമ്പ്, അയാളെ ഭീഷണി കേട്ടോ, ഇവരൊക്കെ ഈ സൈസാണ്. അയാൾ എന്താ ഇപ്പൊ കാന്തപുരം ഉസ്താദിനെ ചെയ്യാൻ പോവാ? അതായത് മുട്ടിന് മേൽപോട്ട് ഉയർത്താൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അങ്ങനെ നിർബന്ധിച്ചാൽ തൗസറ് ഞങ്ങളൂരും എന്ന് വ്യക്തമായി പറഞ്ഞു. പറ്റും. പണ്ടൊരാളെ അടിപ്പാവാടെ ധരിപ്പിച്ചിരുന്നു, അയാളൊന്ന് കേട്ടോ. അപ്പൊ ഒരാള് ധരിപ്പിക്കാം, മറ്റേ ആള് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ ബാലുശ്ശേരി ധരിപ്പിച്ച് ഊരിനാൾ ഒന്നും കൂടി ഇട്ടുകൊടുക്കുക. ഒരാള് ധരിപ്പിക്കാം, മറ്റൊരാള് മുട്ടിന് മേൽപോട്ട് ഉയർത്താൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അങ്ങനെ നിർബന്ധിച്ചാൽ തൗസറ് ഞങ്ങളൂരും എന്ന് വ്യക്തമായി പറഞ്ഞു. നല്ല ഊരല. വസ്സാമാരും കൂടി ടൗസർ ഊരാത്ത കാലാത്. ശരിക്ക് ചിന്തിച്ചോ ഓരോരുത്തരെ. ഇത് മറ്റേ ഞാൻ അതിന്റെ കൂടെ അതും കൂടി ഒക്കെ മറ്റേ സെക്രട്ടറി അവിടുന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മണ്ടല്ലോ, മറ്റേ അടക്കം കരിഞ്ഞു പോകുന്നു. അപ്പൊ ഇവർക്ക് ഓരോന്ന് പറയല. ഈ പണി നിങ്ങളെടുത്തോ, ടൗസർ ഊരിക്കോ, അടിപ്പാവാട ധരിപ്പിച്ചോ, പക്ഷേ ദീന് പറയാൻ വരരുത് കേട്ടോ. ദീന് പറയാൻ ഇവിടെ താജുല്ലുലമ ഉള്ളാട്ടങ്ങളുണ്ട്, സുലൈമാൻ ഉസ്താദുണ്ട്, പൊന്മള ഉസ്താദുണ്ട്, എന്നെ ഉസ്താദുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ പണിക്ക് പോയിക്കോ. ഒരു പരസ്യമായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് വെളിപ്പെടുത്തലുണ്ട്. അപ്പൊ സംഗതി ഇതാ വെളിപ്പെടുത്തല്. ഊരാത്തത് ഭാഗ്യം തന്നെ. അപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന, അള്ളാഹുവെ മുഖം കെടുത്തണേ. എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത് കേട്ടോ? ഇനി പറഞ്ഞു നോക്ക് നിങ്ങൾ ഇൻഷാ അല്ലാഹ്. ഇനി അതും കൂടി അങ്ങ് മറുപടി പറയാം കേട്ടോളൂ. ഇവിടെ പറഞ്ഞു കാന്തപുരത്തിന്റെ ശൈഖാണ് ആര്?
കാന്തപുരത്തിന്റെ ഷെയ്ഖാണ് ജാലിയാവാല, പിന്നെ മുരീദാണ് കാന്തപുരം. അപ്പൊ കാന്തപുരത്തിന്റെ മുല ഷെയ്ഖിന് താടി ഇല്ല എന്നുള്ളതാണ്. ഞാൻ താടി നോക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്ന് നോക്കി തന്നെയാണ്. കാന്തപുരം ഉസ്താദിന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതി മനസ്സിലാക്കിയത് ഒക്കെ മുറബിയായ ഷെയ്ഖും അതുപോലെ ഉസ്താദ് അതല്ല. അത് പറഞ്ഞെന്താ, ഉസ്താദ് അവറുകൾക്ക് ബഹുമാനപ്പെട്ട ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത് കൊടുത്തത്. ഈ വിഷയത്തിൽ അവിടുത്തെ ഷെയ്ഖ് എന്നതിനർത്ഥമുള്ളൂ. അല്ലാതെ കക്കാട് ഫൈസിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. കാരണം എന്താ, അയാൾ മുറബിയായ ഷെയ്ഖാണെന്ന് വാദിച്ച ഒരാളെ കൊണ്ടുവന്നു. ഇത് അങ്ങനെയല്ല, ഇത് ഞങ്ങൾക്ക് ഷെയർ മുബാറക്ക് തന്ന ഒരാള് എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് എല്ലാവരോടും. 9ാമത്തെ ചോദ്യം അതാണ്, അതും ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓരോന്നിന്റെ ഓരോ ഫോട്ടോ. വയ്യാള് ബഹുമാനപ്പെട്ട, ഞാനത് കാണിക്കാൻ കാരണം ജാലിയാവാല ഒരു ബനിയനൊക്കെ എടുക്കുന്ന ഫോട്ടോ, അതിപ്പോ വീട്ടിന്റെ ഉള്ളിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഏതായാലും നമ്മളെ കണ്ണാടിപ്പറമ്പ് പോകാത്ത ഭാഗ്യം. കാരണം അങ്ങനെയാണല്ലോ, അത് വല്ലത് ഊരിയാലോ. അപ്പോ ഏതായാലും വീട്ടിനുള്ളിൽ ബനിയനെടുത്തല്ലേ ഇരിക്കുക. എന്നിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, കണ്ടോ ഇതാണ് വല ജാലിയാവാല. ഞങ്ങളെ കൂടെ അദ്ദേഹം അവിടെ വലിയ സദസ്സിൽ പങ്കെടുത്തു, ബുറുദപാടി. ഇതിനൊക്കെ നേതൃത്വം നൽകാൻ അദ്ദേഹവും ഉണ്ടായിരുന്നു. സഹോദരന്മാരെ, കൂടുതൽ കാര്യങ്ങൾ ഓരോന്നും പിന്നെ പറയും. പിന്നെ 10ാമത്തെ ചോദ്യം, നിങ്ങൾക്കൊരു മുഷാവറല്ലേ? മുഷാവറ എന്താ പറയാത്തത്? മുഷാവറ പറഞ്ഞിട്ടുണ്ട്, കണ്ണുണ്ടെങ്കിൽ തുറന്നു നോക്കിക്കോ. മുഷാവറ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊന്ന് പറയാ. എന്നിട്ട് ചോദിക്കാം, എന്താ SSF പറയാത്തത്, SYS പറയാത്തത്? ഒക്കെ നുണയാണ്. ഈ കേരളത്തിലുടനീളം എല്ലാ പരിപാടിയും നടത്തുന്നത് SSFും SYSും തന്നെയാണ്. അതിലൊരു തർക്കമില്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നു, നിങ്ങളെപ്പോലെ മനസ്സിലാക്കരുത്. നിങ്ങൾ വാലി തലയെ നിയന്ത്രിക്കുന്ന ഏർപ്പാടാണ്. SKSF മേൽഘടകവും അതുപോലെ സമസ്ത കീഴ്ഘടകവുമാണ് ഓല അഭിപ്രായത്തിൽ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ അവസാന വാക്ക് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്നെ, അതേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞത് തന്നെ, ഞങ്ങളെ ആലിമീങ്ങൾ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. അത് പറഞ്ഞ് നടപ്പിലാക്കാനാണ് SSF, അതിനാണ് SYS, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾക്കും തർക്കവും വേണ്ട. അത് ഞങ്ങൾ തള്ളിക്കളയുന്നു. പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത് എന്താ, നയലില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞതോ. ഞങ്ങളെ ഇയാൾ എന്താ OM തരുമണ എഴുതിയിട്ടുണ്ട്, നയല് നോക്കാൻ പാടില്ല. അത് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ മൗലിയരെ. അപ്പറഞ്ഞ എന്താണെന്നറിയോ? ശരിക്ക് കേട്ടോ, അതൊന്നുകൂടി വായിച്ചു നോക്കിയാൽ മതി. ഒരു ഷായർ മുബാറക്ക് റസൂലുള്ളാന്റെ ഷായറാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത് ഇതിന് നയലുണ്ടോ ഇല്ലേ എന്ന് നോക്കലല്ല. അതുറപ്പാണ്, അതങ്ങനെ തന്നെയാണ്. അത് മാനദണ്ഡമല്ല. അതിന് മാനദണ്ഡം അത് മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതാണോ, മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ, ഇതാണ് അതിന്റെ മാനദണ്ഡം. അതേ സമയത്ത് നയല് ഒരു മുഅ്ജിസത്താണ്. അതിനിപ്പോ ഉണ്ടായി എന്ന് തോന്നിയാൽ തന്നെ അത് ഷായർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല. അതാണ് OM തരുവണ പറഞ്ഞത്. അപ്പൊ OM തരുവണ 4ാം ക്ലാസ് വരെയെന്നല്ലേ പറഞ്ഞത്. ആ 4ാം ക്ലാസ് നിങ്ങൾക്ക് ഇല്ലാതെ പോയതാണ് ഇവിടെ കഷ്ടമായി പോയത്. കാരണം പണിതാണല്ലോ. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞതിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ഫൈസി പറഞ്ഞതിന് ഫൈസിന്റെ മറുപടി പറഞ്ഞു. അയാൾ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ ഒരാളെ തീരുമാനിക്കാൻ പാടില്ല. അത് ഫൈസി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം ഇപ്പോൾ വായിക്കുന്നില്ല. അതൊക്കെ കൃത്യമായി അൽ മുബാറക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യ സമയത്ത് ഞാൻ എടുക്കും. ഇതൊക്കെ പഴയ കോപ്പികൾ ഓരോന്ന് വന്നതാ. അൽ മുബാറക്കാണ് ഫൈസി പറഞ്ഞത് എന്താ? ഫൈസി പലിശ പൈസ. അയാൾ പറഞ്ഞത് കാര്യമായിട്ട് കാന്തപുരം ആദ്യകാലത്ത് ചെയ്തത് മോശമായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കാത്തതെന്നാണ്. എന്നാ പിന്നെ ഇയാളെ എന്തായാലും സ്വീകരിക്കാൻ പറ്റൂല. ഒരുപാട് ലേഖനങ്ങൾ ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ഓരോ സമയത്ത് വായിക്കും. തിത്തീമയുടെ മകൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താന്ന് ഇൻഷാ അല്ലാഹ് PKM പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ ഞങ്ങൾ പിന്നീട് വായിക്കും. ഇപ്പോൾ വായിക്കുന്നില്ല. അപ്പോൾ ഓരോന്നും അങ്ങനെയാണ്. ഞങ്ങളൊക്കത്തിനും എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ ഞങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാർ, പിന്നെ അബൂദാബി, അതൊക്കെ പണ്ടേ പറഞ്ഞതാ. അബൂദാബിയിലേക്ക് അവിടെ ഉണ്ട് എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞതിന്റെ സാഹചര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്പലക്കടവ് വെല്ലുവിളിച്ചു, നിങ്ങൾ അബൂദാബിയിലേക്ക് പോകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂദാബിയിലേക്കുണ്ട് എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞതാണ്. നിങ്ങൾ രേഖാമൂലം വന്നാൽ ഇവിടുന്ന് തന്നെ അത് തരാൻ ഞങ്ങൾ തയ്യാറുമാണ്. പിന്നെ ബഹാവുദ്ദീൻ കുര്യാട് ഇവിടെ വന്ന് എന്തിനറിയോ? ഞാൻ സെനഗലിൽ പോയിട്ടുണ്ട് എന്ന് പറയാനാണ്. ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ.
ഫോട്ടോ ഞങ്ങൾ പലതുണ്ടാക്കി തരാം. സെനഗലിൽ വേണമെങ്കിൽ നമ്മളെ പോയി ഇന്ത്യൻ പതാകയുടെ അപ്പുറത്ത് ഇരിക്കുന്ന നമ്മളെ പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂവിന്റെ ഫോട്ടോ വരെ ഞങ്ങൾ ഉണ്ടാക്കും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അങ്ങനെ എല്ലാ ഫോട്ടോ ഉണ്ടാക്കാനൊന്നും ഒരു പണി പെടില്ല. നിങ്ങളൊക്കെ തട്ടിപ്പ് നടത്തിയതാണ്. ഇനി നിങ്ങൾ സെനഗലിൽ പോയിട്ടുണ്ട്, അലി ജുമുഅയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ നിങ്ങളിപ്പോ കൊടുത്തൊന്നും അതിന് രേഖയല്ല. അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്നാൽ അതാർക്കും ഉണ്ടാക്കാം. പക്ഷെ എന്റെ ഒരു വെല്ലുവിളിയുണ്ട്. അതെന്താണെന്നറിയോ? സെനഗലിൽ പോയി ബഹുമാനപ്പെട്ട അലി ജുമുഅയുമായി സംസാരിക്കുന്ന സംസാരം ജനങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ കൂരിയാട് മൗലവിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അതിന് ഉത്തരം പറയും. അതിൻ്റെ കൊണ്ടുപോകാം. ഞങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണ്. ഒറ്റ നിബന്ധനയുള്ളൂ, അലി ജുമുഅയുമായി നിങ്ങൾ സംസാരിച്ച്, അലി ജുമുഅ പറഞ്ഞല്ലോ കച്ചവടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ ശബ്ദമെങ്കിലും, വീഡിയോ വേണ്ട, പെൻ ക്യാമറ കെട്ടി പോയാലാണല്ലോ നിങ്ങളെ പണി. അപ്പൊ അവിടെ നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടോ, അലി ജുമുഅയുമായി സംസാരിച്ചിട്ടുണ്ടോ എന്നതിന് അതിന്റെ ക്ലിപ്പ് കൊണ്ടുവാ, ആ സംസാരിക്കുന്നത് ഇവിടെ വെക്ക്, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി മറുപടി ഞാൻ അപ്പോൾ പറയും. അതേ ഉള്ളൂ, വേറെ ഒന്നും ആ വിഷയത്തിൽ നമുക്ക് പറയാനില്ല. വേറെ ഓരോ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ ഇനി ഞാൻ പറയും. എന്റെ ശേഷം പ്രഗത്ഭരായ പ്രാസംഗികർ ഇനിയും ഉള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്റെ ചോദ്യം 12 നിങ്ങളെ 12 ചോദ്യങ്ങൾക്കും +2 ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ജാലിയൻവാലയെ സമീപിച്ച് ഞങ്ങൾ ഓരോന്നും കണ്ടു, ഫോട്ടോ എടുത്തു. ഓരോന്നിന്റെയും ഫോട്ടോ കോപ്പികൾ ഇവിടെ ഉണ്ട്. SKSFകാരൻ കൊടുത്ത അപേക്ഷയടക്കം എല്ലാമുണ്ട്, സംസാരിച്ച ഭാഗങ്ങളുണ്ട്. നിങ്ങളൊന്ന് വെളിവാക്കി ഇൻഷാ അല്ലാഹ്, വേണ്ടി വന്നാൽ ബാക്കി ഞങ്ങൾ പറയും. പക്ഷേ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, 12 ചോദ്യമൊന്നുമില്ല, ഒറ്റ ചോദ്യം. SKSSFകാരൻ സംശുദ്ധമായ കൈമാറ്റ പരമ്പര കണ്ട് SKSSFന് ബോധ്യപ്പെട്ട ലോകത്തെ ഒരു തിരികേശമുണ്ടെങ്കിൽ അത് പറയണം. കൈമാറ്റ പരമ്പര വേണമെന്ന് എഴുതി വെച്ചത് നിങ്ങളെ SKSSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി എഴുതിയ ലഘുലേഖയിലാണ്. വേണം, അതില്ലാതെ സ്വീകരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ ലഘുലേഖ നിങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ ചോദ്യം, നിങ്ങൾ സനത് കണ്ട്, ഞങ്ങളല്ല, നിങ്ങൾ സനത് കണ്ട് ബോധ്യപ്പെട്ട ഒരു തിരികേശമെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് പറയുക, അതിന്റെ സനത് വായിക്കുക. ഇല്ലെങ്കിൽ സനത് വേണമെന്ന് പറഞ്ഞ SKSSFകാരൻ രാജിവെച്ച് SKSSF പിരിച്ചുവിട്ടു പോവുക എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും പറഞ്ഞത് ഇനി ആവശ്യമായ വിശദീകരണങ്ങൾ മാത്രമാണ്. തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയ സുഹൃത്ത് വഹാബ് സഖാഫി മമ്പാട് ഇവിടെയുണ്ട്, അതുപോലെ നഈമിയുണ്ട്, പ്രഗത്ഭരായ നേതാക്കളൊക്കെയുണ്ട്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ പിന്നെ ഇവരൊക്കെ പറയുന്ന എന്താ അറിയോ, ഈ ഷഹർ മുബാറക് ഒന്ന് എടുത്തു വെച്ചുകൂടെ? ഇല്ല, നിങ്ങൾ ഏതെങ്കിലും എസ്കക്കാരോ ഏതെങ്കിലും ആളുകളോ പറഞ്ഞതുകൊണ്ട് എടുത്തു വെക്കുന്നതോ പള്ളി നിർമ്മാണം തടഞ്ഞു വെക്കാനോ നിങ്ങൾക്കൊരാൾക്കും സാധ്യമല്ല എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. പിന്നെ അമ്പലക്കടവ് പറഞ്ഞല്ലോ, അതും കൂടി ഒന്നിട്ട്. ഏത് ഈ പള്ളി, നിങ്ങൾ പള്ളിന്റെ കാര്യത്തിൽ ബേജാറാകണ്ട, പള്ളിയൊക്കെ നിങ്ങൾക്കുള്ളതാണ് എന്നാണല്ലോ അമ്പലക്കടവ് പറഞ്ഞത്. അയാളൊരു ആഗ്രഹം കൂടി നിങ്ങൾക്ക് കേൾക്കാം. അമ്പലക്കടവ് സംസാരിക്കുന്നു, ഇവർ ഏപ്പിക്കാർ പള്ളിയൊക്കെ ഉണ്ടാക്കട്ടെ, അതൊക്കെ ഞമ്മക്കുള്ളതാണ് എന്ന് മൂപ്പരൊരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കേട്ടോളൂ. തീർച്ചയാണ്. പിന്നെ കാന്തപുരത്തിന് കുറെ പള്ളിയില്ലേ, എത്തിങ്ങാനല്ലേ, മർക്കസില്ലേ, എന്താ ചെയ്യാം, ഒരു പ്രശ്നമല്ല ഉണ്ടാകട്ടെ, അതൊക്കെ നമുക്കുള്ളതായി. ഇപ്പൊ പോകും ഫീസ് ഊരി ഒലിച്ചു പോകാനുള്ളതാ. ഇപ്പൊ കിട്ടുങ്ങക്ക് നിങ്ങള് പോലെ പൂതി നോക്കുങ്ങള്, കൈ നനയാതെ മീൻ പിടിക്കണം. ഇവർക്ക് ഒരു പണിക്കും ആവൂല, ഒന്നിനും ആവില്ല ഇവർക്ക്. സക്കരിയാസറായില്ല, ഇവിടെ ആളൊന്നും കൊണ്ടുവാ. അയാളോട് ചോദിക്കുക, ഈ ജാതി പൂതി, ഒരു പണിയെടുക്കൂല, പിരിക്കൂല, ഒന്നും ചെയ്യൂല, എന്നിട്ട് എല്ലാ പള്ളി ഓൽക്ക് വേണേലും. അങ്ങനെ പറഞ്ഞാൽ സക്കരിയാസല നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറും? അതാ അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത്. മതി, അതല്ലാതെ അതിന് വഴിയില്ല. ഒരു പണിയെടുക്കാതെ എല്ലാ പള്ളിയും ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തള്ളിക്കളയുന്നു. പിന്നെ കാസിമിന്റെ ഒരു ഭീഷണി ഉണ്ടാവും കൂടി കേട്ടോളൂ, പള്ളി ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കൂല. മൂപ്പർക്ക് സ്ത്രീധനം കിട്ടിയതല്ല കേരളം. നിങ്ങൾക്കറിയാം, ഇതിനു വേണ്ടി മാത്രം ചീത്ത വിളി തുടങ്ങും. അപ്പൊ ഇന്ന് തന്നെ ചീത്ത വിളിക്കാനുള്ള ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടെ ചീത്ത തുടങ്ങും.
അപ്പൊ ഞങ്ങൾ ഇതിനെ ഉറപ്പിച്ച കാരണം ചീത്ത കേൾക്കേണ്ടി വരും മുസ്തഫ നബിയുടെ കാര്യത്തിലല്ല. അതാണ് കാലഘട്ടത്തിന്റെ ജിഹാദ്. പക്ഷേ മര്യാദക്ക് വെള്ളം കൊടുത്ത് 40 കോടി ഉണ്ടാക്കാൻ ഞങ്ങൾ മൈക്കൂല. നിങ്ങളെ സമ്മതം കിട്ടേണ്ട ചങ്ങാതിമാരെ. പക്ഷെ ഷബാബ് ഒരു കാര്യം പറഞ്ഞു, മുജാഹിദിന്റെ പത്രാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ? പള്ളി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചത് കാന്തപുരമാണ്, അതുകൊണ്ട് പള്ളി ഉണ്ടാവുക തന്നെ ചെയ്യും കേട്ടോ. ഈ മുജാഹിദിനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കുണ്ടായില്ല. എങ്ങനെ ഉണ്ടാകുക? പണ്ടയാൾ ചോദിച്ചല്ലോ, എങ്ങനെ അബുല്ലൈത്താം ഉണ്ടാകുക? അബുല്ലൈത്താം എന്ന് പറഞ്ഞാൽ എന്താ? യതീമക്കളെ പോറ്റുന്ന ആളാണ്. അതെങ്ങനെ ഉണ്ടാവാന്ന് അയാൾ ചോദിച്ചു. ഒക്കെ പൊട്ടന്മാരാ. ആരെ വിലക്ക് ഖുർആൻ പ്രഭാഷകരാക്കിയത്? കേട്ടോ, അതൊന്ന് വെച്ചു കൊടുക്ക്. ഇവിടെ പറഞ്ഞപ്പോ അബുല്ലൈത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. എല്ലാം കൂടി നിങ്ങളോട് അങ്ങോട്ട് പറയാൻ പറ്റൂല. അല്ല, ഇന്ത്യൻ യതീമകൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് എനിക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധിയില്ലാന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാ അബുല്ലൈത്താം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മായന? ഭയങ്കര മായനയാണ്. ഇയാളൊക്കെയാണ് ഖുർആൻ പ്രഭാഷണം നടത്തി എങ്ങനെ ഉണ്ടാവും? റസൂലുള്ളാഹി തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളെ വിളിച്ച വാക്കെന്താ? അബുല്ലൈത്താം എന്നാണ്. സഹോദര, അതെല്ലാവർക്കും അറിയില്ലേ? അബൂ ഹുറൈറ എന്ന പൂച്ചന്റെ വാപ്പാന്നാ. ഇയാളൊക്കെ ഖുർആൻ പ്രഭാഷണം നടത്താൻ നല്ല മട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പറയുന്നേ. ഇയാളൊന്നും കൂടി എടുക്ക്. ഹദ്റജി അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞാനിത് കാന്തപുരം ഉസ്താദിന് നൽകാനുള്ള കാരണം അബുല്ലൈത്താമായ യതീമക്കളെ പോറ്റുന്ന ഉസ്താദ് അവർക്ക് കൊടുക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് നിർദ്ദേശിച്ചിട്ടാണ് നൽകിയത്. കേട്ടോ, അതും ഇവിടെ പറഞ്ഞു. പച്ചക്കള്ളം പറഞ്ഞതാണല്ലോ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട ആള് പറയട്ടെ ചങ്ങാതിമാരെ. സ്വപ്നം കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. ആരല്ല ഇപ്പൊ സ്വപ്നം കാണണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാ. ആദ്യം SKSFന്റെ ഓഫീസിൽ പോയിട്ടൊരു ഒപ്പ് വാങ്ങണം. ഇന്ന് ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഒപ്പിട്ട് തരണം. പോരുമ്പോ നല്ലൊരു കണ്ണടി. എന്തിനാ? സ്വപ്നം കാണുമ്പോ നന്നായി കാണാനാ. അയാൾ പറയുന്നത് ഇത് നമ്മളെ ഹസ്രജി കണ്ടാളല്ലേ? അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, ഞാൻ കണ്ടു. വെക്ക്. سبب انتقال الأمانة الشريفة وهي شعر مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيد رسول الله صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് ഈ തിരികേശം കൊടുക്കാനുള്ള കാരണം കേട്ടോ. പരലോകത്ത് ഇത് പറയും ഇൻഷാ അല്ലാഹ്, ഞങ്ങളത് പറയും. ഇനി കേട്ടോളൂ ബാക്കി അദ്ദേഹം പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. فأنا خادم الآثار الشريفة ولست بصاحبها ونحن لا نفرط فيها أبدا. صاحبها سيدي رسول الله صلى الله عليه وسلم. ഇത്ര നല്ല വാചക അതൊക്കെ ഒരു ആൺകുട്ടികളെ വർത്താനാ അല്ലേ? എന്താ പറഞ്ഞത്? ഞാൻ ഈ തിരികേശത്തിന്റെ ഉടമസ്ഥനല്ല, അതിന്റെ ഉടമസ്ഥൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോ, ആ നബിയാണ് എന്നോട് കൽപ്പിച്ചത്. ഇനി പറഞ്ഞത് കേട്ടോ. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة ونحن لا نفرط فيها أبدا. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഷഹർ മുബാറക്ക് നൽകിയിട്ട് പറഞ്ഞത്, ഈ ഷഹർ മുബാറക്ക് ഇതാ ഞങ്ങൾക്ക് വ്യക്തമായ സനദോടെ കിട്ടിയതാണ്. ഈ വിഷയത്തിൽ ഞങ്ങളൊരു വീഴ്ചയും വരുത്തുകയില്ല. ഇത് അദ്ദേഹം പരലോകത്തും പറയും കേട്ടോ. സഹോദരന്മാരെ, ശരിക്ക് ചിന്തിക്കണം. കണ്ടത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഷഹർ മുബാറക്ക് ജാലിയാവാലിയുടെ സമീപത്ത് വന്നു, ഞാൻ കണ്ടു. ഒരു ഷഹർ മുബാറക്ക് തന്നെ പല ഇതളുകളായി പൊട്ടി വന്നത് ഞാൻ കണ്ടു എന്നത് നിങ്ങളോട് മാത്രം വെറുതെ പറഞ്ഞതല്ല. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കോടതിയിലും ഞങ്ങളത് പറയും കേട്ടോ. ഒരു സംശയം വേണ്ട. ആ ഷഹർ മുബാറക്ക് വലുതാകുന്നതും അതിന്റെ രൂപവും ഓരോ പള്ളികളിലും ജാലിയാവാല തന്നെ നൽകിയ ഷഹർ മുബാറക്കും എല്ലാം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞത് ആരെയും പൊട്ടീസാക്കാൻ പറഞ്ഞതല്ല, മുഅ്മിനീങ്ങളെ ഈമാൻ സൂക്ഷിക്കാൻ പറഞ്ഞതാണ്. ആ മനുഷ്യനെ പോലും കേശവനെന്ന് പറഞ്ഞാൽ ഇവർ നന്നാകുന്നതെങ്ങനെ?
ഇനിയിപ്പോൾ വേറൊരാൾക്കൊരു സംശയം കൂടി, അതിൻ്റെ മറുപടിയും കൂടി പറയാം. 450 ഇങ്ങടുക്ക് നമ്മളെ കാന്തപുരം ഉസ്താദിന് ആരാ ഖമറുൽ ഉലമ എന്ന് പേരിട്ടത്, അതും കൂടി ഒന്ന് കേട്ടോളൂ. അതൊക്കെ അറബികൾ നൽകിയ പേരാണ് ചങ്ങാതിമാരെ, നിങ്ങൾക്ക് ആരെങ്കിലും പേര് നൽകുമോ? അത് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി മർക്കസിന്റെ ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പേര് കൊടുക്കുന്നു, കേട്ടോളൂ. ഉസ്താദ് അവറുകളെ അറബികൾ തന്നെ ബഹുമാനിച്ച് നൽകിയ പേരാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമല്ലേ? അത് ഈ ലോകത്ത് നടക്കുന്ന സംഗതിയല്ല കേട്ടോ. 10,000ങ്ങളുടെ മയ്യത്ത് ചവിട്ടിക്കടക്കാതെ കാന്തപുരം ഉസ്താദിന്റെ രോമത്തെ തൊടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങളെ ജീവന്റെ ജീവനക്കാൾ ഞങ്ങൾ ബഹുമാനിച്ച് ആദരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദാണ് കേട്ടോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. കേട്ടോളൂ, ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി, അദ്ദേഹം ഒന്ന് മാത്രം, ഒരുപാടുണ്ട്. നമ്മളെ മുഹമ്മദ് മാലിക്കി പറഞ്ഞതുണ്ട്. എല്ലാവരും ആരാ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയാത്തവരാരാണ്? സഹോദരന്മാരെ, ഒറ്റ വാക്ക് വേ നോക്ക്, സമയം കഴിയും. البخاري ومن العجائب أن البخاري قلبه في كيرلا وجسمه في بخارى. ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر، والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء، فنشكر الله الذي. ഈ അറബികളൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പിന്നെ നമ്മളെ മറ്റേത് ഒരു നാളെ സർട്ടിഫിക്കറ്റ് വേണോ? നിങ്ങൾ പറ, ആരാ അംഗീകരിക്കാത്തത്? ഒന്നുകൂടി 51 കൂടി എടുത്തു. അതിലെ മുഹമ്മദ് മാലിക്കി, ബഹുമാനപ്പെട്ട മർക്കസിന്റെ ശിലയിട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി. ഞാൻ പറയുന്നത് കാന്തപുരം ഉസ്താദ് നേതൃസ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞവരോട് പറയുന്നത്, പണ്ഡിത ലോകത്തിന്റെ ആദരവ്. ഈ അടുത്ത് സൗദിയിൽ വഫാത്തായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി വഫാത്താകുന്ന സമയത്തുള്ള വാർത്തകൾ അറബി പത്രങ്ങളിൽ വന്നിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വസിയത്ത് എഴുതി വെച്ച് സന്തോഷത്തോടെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി, അവിടുത്തെ വാക്കുകളിൽ ഷെയ്ഖ് അബൂബക്കർ الله أكرمكم بهم أخونا في الله وهو المجاهد في سبيل الله، هذا الشيخ الجليل الشيخ أبو بكر ابن أحمد الباقوي، وهو رجل رأينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الأئمة السابقين من السلف الصالحين رضي الله عنهم أجمعين. അങ്ങനെ പോകുന്നത് ബഹുമാനപ്പെട്ട റിഫായി ഷേഖിന്റെ പേരെക്കുട്ടി സ്വബാഹ് റിഫായി, അദ്ദേഹം ഈ അടുത്ത് ഇവിടെ വന്നിരുന്നു. പോകുമ്പോ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി കേരളത്തിലേക്ക് വരുമ്പോ ആധാറുകൾ എന്റെ കയ്യിലുള്ളതൊക്കെ കാന്തപുരം ഉസ്താദിന് നൽകുന്നു. ഇനിയിപ്പോ നിങ്ങൾ എന്താ ആകുക? മുബാറക്ക് കിട്ടിയാൽ ഉസ്താദിന് കിട്ടും. അപ്പൊ സക്കരിയ സലായി പറഞ്ഞല്ലോ, ഒന്ന് കിട്ടി പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് ആദ്യത്തെ വ്യാജായിട്ടാണ്. ഞാൻ ചോദിച്ചു, സക്കരിയ സലായി നിങ്ങൾ ഈ അടുത്തൊരു പെണ്ണ് കെട്ടിയല്ലോ, രണ്ടാമത്തത്, അപ്പൊ ആദ്യത്തെ വ്യാജമായത് കൊണ്ടാണോ ഇവര് കെട്ടിയത്?